أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلا أقسم بالخنس الجوار الكنس والليل إذا عسعس والصبح إذا تنفس إنه لقول رسول كريم ذي قوة عند ذي العرش مكين مطاع ثم أمين. صدق الله مولانا العظيم. وصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. كتاب الله فيه خبر ما قبلكم ونبأ ما بعدكم وحكم ما بينكم هو الفصل ليس بالهزل هو الذي لا تزيغ به الأهواء ولا يشبع منه العلماء ولا يخلق عن كثرة الرد ولا تنقضي عجائبه وهو الذي من تركه من جبار قصمه الله ومن ابتغى الهدى في غيره أضله الله هو حبل الله المتين وهو الذكر الحكيم وهو الصراط المستقيم هو الذي من عمل به أجر ومن حكم به عدل ومن دعا إليه دعا إلى صراط مستقيم. صدق محمد رسول الله صلى الله عليه وسلم. പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, മുതഅല്ലിമീങ്ങളെ, പ്രത്യേകിച്ച് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആന്റെ ആരുറപ്പുള്ള വചനങ്ങൾ ബാഹ്യാർത്ഥവും ഉൾസാരവും ഒരുപോലെ മേളിച്ച് സമൃദ്ധമായ ആ പരിശുദ്ധമായ വചനങ്ങൾ ഹൃദിസ്ഥമാക്കിയിട്ടുള്ള പ്രിയപ്പെട്ട ഹാഫിളീങ്ങളെ, അഹ്ലുൽ ഖുർആനി ഖാസ്സത്തുല്ലാഹ്, വിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കിയോ അതേക്കുറിച്ച് മനനം ചെയ്തോ പഠിച്ചോ ഒക്കെ വിശുദ്ധ ഖുർആന്റെ ആളുകളാകാൻ കഴിയുമെങ്കിൽ ഖാസ്സത്തുല്ലാഹ് അവർ അല്ലാഹുവിൻ്റെ പ്രത്യേക പരിഗണനയുള്ളവരാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം പറഞ്ഞ് ആശീർവദിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഖുർആൻ ഹിഫ്ളാക്കുക എന്നതിനപ്പുറത്ത് അത് വളരെ ഉദാത്തമായ ഒരു കർമ്മമാണ്. എന്നാൽ അതിൻ്റെയും അപ്പുറത്ത് അതിൻ്റെ പാരായണ രീതിശാസ്ത്രം, തജ്വീദ്, അത് നിങ്ങൾ പഠിച്ചവരാണ്, ഇപ്പോഴും ആഴത്തിൽ അതേക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിൻ്റെ ഒക്കെ അപ്പുറത്ത് വിശുദ്ധ ഖുർആന്റെ ആശയതലങ്ങൾ പഠിക്കാനും കൂടെ ഹാഫിളീങ്ങൾ തയ്യാറാകുന്നു, ദർസിൽ ഓതി പഠിക്കുന്നു,
എന്ന് പറയുമ്പോൾ അതിലുള്ള സന്തോഷം വളരെ വലുതാണ്. ഓരോ ദർസുകളിലായി ഓതിപ്പഠിക്കുന്ന നിങ്ങൾ, പങ്കെടുത്തവർ മുഴുവനും ഹാഫിളീങ്ങൾ, ഇതെന്തുമാത്രം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഉത്തരേന്ത്യൻ ശൈലിയിലൊക്കെ നമുക്ക് കാണാം, ഹിഫ്ളോടുകൂടെ എല്ലാം കഴിഞ്ഞു എന്നാണ് പലപ്പോഴും വെപ്പ്. ഹിഫ്ളാണ് അവിടുത്തെ അറിവിന്റെ മാനദണ്ഡം. ഒരാൾ മൗലാനയായി പരിഗണിക്കപ്പെടാൻ ഹാഫിളായാൽ മതി. ഹിഫ്ളിനെ ചെറുതായി കാണുകയല്ല. പക്ഷേ ഹിഫ്ളിനപ്പുറത്ത് ഒരു വലിയ ലോകമുണ്ടല്ലോ. വിശുദ്ധ ഖുർആന്റെ പ്രപഞ്ച സമാനമായ ആശയലോകമാണത്. അതും കൂടെ കീഴടക്കാൻ നിങ്ങൾ തയ്യാറാകുന്നു എന്ന് പറയുമ്പം നിങ്ങളെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് കുറഞ്ഞ സമയം, 1 മണിക്കൂർ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ 1 മണിക്കൂർ സമയം പരമാവധി വിഷയാവതരണത്തിന് വേണ്ടി നീക്കിവെക്കലാ നല്ലത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ വിഷയത്തിൻ്റെ മർമ്മം സംസാരിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം ഈ വേദിയിൽ വെച്ച് നമ്മൾ വിശുദ്ധ ഖുർആന്റെ ചില അകപ്പൊരുളുകളായിരുന്നു സംസാരിച്ചിരുന്നത്, ഓർക്കുന്നുണ്ടാകും. ഓരോ ആയത്തുകൾക്ക് മുഫസ്സിരീങ്ങളിൽ പലരും പറഞ്ഞ ചില വിശേഷാൽ അർത്ഥങ്ങൾ, അതായിരുന്നു ഞാൻ പരിചയപ്പെടുത്തിയിരുന്നത്. വിശുദ്ധ ഖുർആന്റെ ആ അത്ഭുത ലോകം, ആ ആഴം, അതിൽ ചിലതിലേക്കാണ് വിരൽ ചൂണ്ടിയത്. എന്നാൽ ഇത്തവണ നിങ്ങൾ എനിക്ക് നിർദ്ദേശിച്ച് തന്നിട്ടുള്ള വിഷയം വിശുദ്ധ ഖുർആൻ ചരിത്രങ്ങളുടെ മുഖപുര എന്നതാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ആ ഒരു ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇത് അവതരിപ്പിക്കേണ്ടത് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കും ബോധ്യപ്പെടും. ചരിത്രം എന്ന് പറയുന്നത് സത്യമായ വർത്തമാനങ്ങളാണ്. സത്യത്തിൽ അത് കേവല കഥയല്ല, ഊഹാപോഹങ്ങളും ഐതിഹ്യങ്ങളുമല്ല. പച്ചയായ യാഥാർത്ഥ്യങ്ങൾക്കാണ് സത്യത്തിൽ ചരിത്രം എന്ന് പറയുന്നത്. ഈ ചരിത്രങ്ങളുടെ ഒരു മുഖവുരയാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുമ്പോൾ, വിശുദ്ധ ഖുർആന്റെ മുഖവുരയാണ്, ചരിത്രങ്ങളുടെ മുഖവുരയാണ് ഖുർആൻ എന്ന് പറയുന്നതോടൊപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ആ ചരിത്രത്തിൻ്റെ പാഠങ്ങളും അതിൻ്റെ സമാപ്തിയുമാണ് വിശുദ്ധ ഖുർആൻ. മുഖദ്ദിമ മാത്രമല്ല, ചരിത്രവും ഖുർആനിലാണ്, മുഖദ്ദിമയും സബക്കുകളും ഖാത്തിമയും എല്ലാം ഖുർആനിലാണ്. ചരിത്രത്തിൻ്റെ എല്ലാം അവിടെയാണ് കിടക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞത് എല്ലാ അർത്ഥത്തിലും ശരിയാണ്. എന്തുകൊണ്ട്? ചരിത്രങ്ങൾ പറയാനായിട്ട് ഒരുപാട് പുസ്തകങ്ങൾ നമ്മുടെ ലോകത്ത് ഉദയം കൊണ്ടിട്ടുണ്ട്. അതിൽ ദൈവിക ഗ്രന്ഥങ്ങളുമുണ്ട്, മനുഷ്യനിർമ്മിത പുസ്തകങ്ങളുമുണ്ട്, അള്ളാഹുവിന്റെ വചനങ്ങൾ തന്നെയുമുണ്ട്. തൗറാത്തുണ്ട്, ഇൻജീലുണ്ട്, അങ്ങനെ പല ഗ്രന്ഥങ്ങളും. പക്ഷേ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം പൂർവവേദങ്ങളെല്ലാം നിശ്ചിത കാലങ്ങളിലേക്ക് പരിമിതപ്പെട്ടു പോകുമ്പോൾ, ഏതാനും സമുദായങ്ങളിലേക്കും മാത്രമുള്ളതായി അത് പരിണമിക്കുമ്പോൾ, വിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല. അത് എന്നും ഇവിടെ നിലനിൽക്കുകയാണ്. അത് സർവകാലികമാണ്. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഖുർആൻ മാത്രമാണ് സർവകാലികമായിട്ട് മനുഷ്യന് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരേ ഒരു ഗ്രന്ഥം. വേറെ ഒരു ഗ്രന്ഥം ലോകത്തൊരാൾക്കും അങ്ങനെ സർവകാലികമായി എടുത്തു കാണിക്കാൻ പറ്റില്ല വിശുദ്ധ ഖുർആനെ പോലെ. എന്തുകൊണ്ട്? കാലത്തിന് പിടുത്തം തരാത്തവന്റെ വചനമാണത്. അതുകൊണ്ട് തന്നെ
കാലാധിവർത്തിയായ പടച്ച തമ്പുരാൻ, അവൻ്റെ വചനമാണ് വിശുദ്ധ ഖുർആൻ എന്നതുകൊണ്ട് അതില് ഭൂതവുമുണ്ടാകും, വർത്തമാനവുമുണ്ടാകും, ഭാവിയുമുണ്ടാകും. ഒരു കാലത്തും വിശുദ്ധ ഖുർആൻ അപ്രസക്തമാകുന്ന പ്രശ്നം ഉണ്ടാവില്ല. കാരണം അത് സംസാരിച്ചവൻ കാലങ്ങൾക്ക് അതീതനാണ്. അവനെ പിടിച്ച് കാലത്തിൻ്റെ ടവട്ടത്തിൽ ഒതുക്കാൻ പറ്റില്ല. കാലം അവൻ്റെ മഖ്ലൂക്കാണ്, കാലത്തിൻ്റെ ഖാലിഖാണ് അവൻ. അവൻ്റെ വചനമാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ ഖദീമാണ്, നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഇത് സർവകാലികമാകുന്നത് അവിടെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മുൻവേദങ്ങളൊക്കെ നിശ്ചിത കാലങ്ങളിലേക്ക് മാത്രം പരിമിതപ്പെട്ടതാണ്. ഈ ഒരു വലിയ സത്യത്തിലേക്ക് സൂചന നൽകുകയാണ് സൂറത്തു തക്വീറിലെ ഞാൻ ഈ പ്രഭാഷണം തുടങ്ങുമ്പോൾ ഓതിവെച്ച ആയത്തുകൾ. ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസിൽ ജവാരിൽ ഖുന്നസ്. മാറി മറയുന്ന, മുന്നോട്ട് സഞ്ചരിച്ച് അസ്തമിക്കുന്ന നക്ഷത്രങ്ങളാണ് സാക്ഷി. അള്ളാഹു പറയുന്നു, വല്ലൈലി ഇദാ അസ്അസ്, ഇരുട്ടുമൂടി പിൻവാങ്ങുന്ന രാത്രിയാണ് സാക്ഷി, ഇരുട്ട് മൂടിക്കിടക്കുന്ന രാത്രി. വസ്സുബ്ഹി ഇദാ തനഫസ്, പൊട്ടിവിടരുന്ന പ്രഭാതമാണ് സാക്ഷി. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. തുടർന്ന് അല്ലാഹു തആല ഈ സത്യവാചകങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് അള്ളാഹു അവതരിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമുണ്ട്. എന്താണത്? ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, ഇത് മാന്യനായ ഒരു ദൂതന്റെ വാക്കുകളാണ്. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, മാന്യനായ ഒരു ദൂതന്റെ വാക്കുകളാണ്. ദീ ഖുവ, ശക്തനാണ് അദ്ദേഹം. ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറ്റിയാണ് പറയുന്നത്. ദീ ഖുവ ഇൻദ ദിൽ അർശി മകീൻ, അർശിന്റെ അധിപന്റെ അടുത്ത് ഉന്നത സ്ഥാനീയനാണ് ജിബ്രീൽ അലൈഹിസ്സലാം. മുതാഇൻ സമ്മ, അവിടെ വാനലോകത്ത് സുസമ്മതനാണ് ജിബ്രീൽ അലൈഹിസ്സലാം. അമീൻ, പരിപൂർണമായിട്ടും വിശ്വസിക്കാൻ കൊള്ളുന്ന വിശ്വസ്തത സമ്പൂർണമായിട്ടുള്ളയാളാണ്, അമീനാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ഈ വിശുദ്ധ ഗ്രന്ഥം അല്ലാഹു തആല മുത്തുനബിയിലേക്ക് ഇറക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിർത്തിയ മധ്യവർത്തിയുടെ പരിശുദ്ധിയാണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. വളരെ കൃത്യമായി മാത്രം നാക്കുവെക്കുന്നയാള്, ഉളുപ്പില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം പറയുകയോ ചെയ്യുകയോ ചിന്തിക്കുകയോ ചെയ്യാത്തയാള്, റസൂലിൻ കരീം. അവിടെയാണ് കറാമത്തിന്റെ പ്രസക്തി. ഉളുപ്പിലധിഷ്ഠിതമാണ് എല്ലാം. അതുമാത്രമല്ല, ശക്തനാണ്. പിന്നീട് പറയാണ്, ഞാൻ ഈ വിഷയങ്ങൾ വിശദീകരിക്കുമ്പോഴേക്ക് നമ്മുടെ വിഷയം വൈകി പോകുമെന്ന് പേടിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പറയാം. ചില ആളുകളൊക്കെ പറയും, സത്യത്തിൽ വഹ്യ് വന്നിരുന്നത് മുത്തുനബിക്കല്ല, വഹ്യ് വന്നിരുന്നത് മുത്തുനബിക്കല്ല, മറ്റൊരാൾക്കായിരുന്നു. ആ വഹ്യുമായിട്ട് ആ ആളെ അടുത്തേക്ക് ജിബ്രീൽ പോകുമ്പം വഴിയിൽ വെച്ച് മുത്തുനബി തടഞ്ഞു വെച്ചിട്ട് അതെനിക്കുതാ എന്ന് പറഞ്ഞതാണ്. ഇത്ര ബാലിശമായൊരു വാദം മുസ്ലിങ്ങളുടെ പേരിൽ ആരും ഉന്നയിക്കാൻ പാടില്ലായിരുന്നു. വളരെ വളരെ എണ്ണം കുറഞ്ഞ ടീമേ ഉള്ളൂ. ഷിയാക്കളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം അലി റളിയല്ലാഹു അൻഹുവിനാണ് വഹ്യ് പോലും എന്ന് പറയുന്നവരുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തട്ടിയെടുത്തു എന്നൊക്കെ പറയുന്ന അവതരിപ്പിക്കുന്ന ആളുകളുണ്ട്. പോവട്ടെ, നമ്മളെ വിഷയം അതല്ല. പക്ഷെ ഇവിടെ എന്താ പറയുന്നത് അറിയോ? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിലേക്ക് കൈമാറാനുള്ള മെസ്സേജ് ഈ ആളുടെ അടുത്ത്, ഈ മെസ്സഞ്ചറുടെ അടുത്ത് കൊടുത്തയക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ആളിൽ നിന്ന് മറ്റൊരാൾക്ക് അത് തട്ടിയെടുക്കാൻ മാത്രം നിസ്സഹായനല്ല ഇയാള്.
അബലനല്ല ഇയാള്, ദുർബലനല്ല, ശക്തനാണ്, കരുത്തനാണ്. ആ കരുത്ത് വിശുദ്ധ ഖുർആൻ പലയിടത്തും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ജിബ്രീലിന്റെ കരുത്ത്. ഞാൻ അങ്ങോട്ടല്ല പോകുന്നത്, എൻ്റെ വിഷയം അതല്ല. പിന്നെ അള്ളാന്റെ അടുത്ത് വലിയ സ്ഥാനമുള്ള ആളാണ്, വാനലോകത്ത് സുസമ്മതനായ നേതാവാണ്. രണ്ടഭിപ്രായമല്ല ജിബ്രീലിനെ പറ്റി, നല്ല അമാനത്തുള്ള ആളാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ സയ്യിദുനാ റസൂലുള്ളാഹിക്ക് എത്തിച്ച മധ്യവർത്തിയിൽ സംശയത്തിന്റെ ഒരു നിഴല് പോലും ഇല്ല എന്നർത്ഥം. എല്ലാ അർത്ഥത്തിലും അത് പരിശുദ്ധാണ്, ആളുടെ പേഴ്സണാലിറ്റി പരിശുദ്ധാണ്. ഇനി നമ്മൾ പറയാം, ഈ ഒരു സത്യം പ്രഖ്യാപിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ ശരിയാണ്, ന്യായമാണ്, അത് കറാമത്തില്, അതായത് ഉളുപ്പിലും മാന്യതയിലും അധിഷ്ഠിതമാണ്, അത് അമാനത്തുള്ള വചനമാണ് എന്നൊക്കെ പറയാൻ അള്ളാഹു അതിൻ്റെ മുമ്പ് സത്യം ചെയ്യാൻ ഉപയോഗിച്ചത് ആദ്യം നക്ഷത്രങ്ങളെ. ആ നക്ഷത്രങ്ങള് അങ്ങനെ മിന്നി മറഞ്ഞ് മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയല്ലേ അവതരിപ്പിച്ചത്? ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ കാലഘട്ടത്തിലും ഈ പ്രപഞ്ചത്തിലേക്ക് മനുഷ്യനെ നേർവഴിയിലാക്കാൻ വേണ്ടി അള്ളാഹു അയച്ചിട്ടുള്ള മെഴുകുതിരി വട്ടങ്ങളെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അതായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഏടുകൾ, അല്ലേ, ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഏടുകൾ, ഷീസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഏടുകൾ, ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഏടുകൾ, അങ്ങനെ അങ്ങോട്ട് വന്നിട്ട് നൂഹ് നബിയുടെ, പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ മൂസാ നബിയുടെ, ഈസാ നബിയുടെ, ദാവൂദ് നബിയുടെ, ഇവിടെയൊക്കെ കിതാബുകൾ, ഇതൊക്കെ സത്യത്തിൽ സമ്പൂർണ്ണ വെളിച്ചമായി പരിചയപ്പെടുത്തുന്നില്ല. അതിനെയൊക്കെ നക്ഷത്രങ്ങളുടെ വെളിച്ചത്തോടാണ് ഉപമിപ്പിച്ചത്, മങ്ങിയ വെളിച്ചത്തോട്. ഓരോ കാലഘട്ടത്തിലും അതെന്തേ അങ്ങനെ ആയിപ്പോയി എന്ന് ചോദിച്ചാൽ, ഓരോ കാലഘട്ടത്തിനും യോജിച്ച രൂപത്തിലുള്ള നിറവും മികവുമാണ് സത്യത്തിൽ ഓരോ കാലഘട്ടത്തിലെയും ഗ്രന്ഥങ്ങളിലുണ്ടായിരുന്നത്. പക്ഷേ വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ ഇത് കഴിഞ്ഞ ഉടനെ അങ്ങ് അവതരിപ്പിക്കുകയായിരുന്നില്ല. പിന്നെ ഈ നക്ഷത്ര വെളിച്ചങ്ങളൊക്കെ അസ്തമിച്ചു എന്ന് പറഞ്ഞാൽ മുൻവേദങ്ങളുടെ വെളിച്ചങ്ങൾ അസ്തമിച്ചിട്ട്, നക്ഷത്രങ്ങൾ അസ്തമിച്ചാൽ പിന്നെ നേരം പുലരുന്നതിൻ്റെ മുമ്പ് കൂരിരുട്ടിൻ്റെ ഒരു അന്തരീക്ഷമുണ്ട്. വല്ലൈലി ഇദാ അസ്അസ്. ആ കൂരിരുട്ടിൻ്റെ കാലമാണ് അറേബ്യയിലെ ജാഹിലിയ കാലം. ആ കൂരിരുട്ടിന്റെ കാലഘട്ടമാണ് അറേബ്യയിലെ ജാഹിലിയ കാലം. അപ്പൊ ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസിൽ ജവാരിൽ ഖുന്നസ് വല്ലൈലി ഇദാ അസ്അസ് വസ്സുബ്ഹി ഇദാ തനഫസ് എന്ന് പറഞ്ഞതുകൊണ്ട് ആദ്യം പറഞ്ഞ ഈ നക്ഷത്രങ്ങളെ പിടിച്ച് സാക്ഷിയാക്കിയത് ഓരോ പ്രവാചകന്മാരുടെയും അതത് കാലഘട്ടത്തിലേക്കുള്ള വെളിച്ചങ്ങളെയാണ് അതുകൊണ്ട് സത്യം ചെയ്തത്, ഉദ്ദേശിച്ചത്. പിന്നെ ഡാർക്കേജ് യുഗം എന്ന് വിശേഷിപ്പിക്കുന്ന ഇരുട്ട്, വല്ലൈലി ഇദാ അസ്അസ്, അത് കഴിഞ്ഞിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നു. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ ഖുർആൻ അങ്ങോട്ട് അവതരിക്കുന്നതോട് കൂടെ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആൻ അവതരിച്ചതോടുകൂടെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പിന്നെ ലോകത്ത് സൂര്യൻ അങ്ങ് ഉദിച്ചു പൊങ്ങുക ചെയ്തത്. പിന്നെ സൂര്യൻ ഉദിച്ചു, വസ്സുബ്ഹി ഇദാ തനഫസ്, നേരം വെളുത്താ പിന്നെ സൂര്യൻ അങ്ങ് പൊങ്ങുകയാണ്. സൂര്യൻ അങ്ങ് ഉദിച്ചു പൊങ്ങിയാൽ പിന്നെ ലോകത്തിന്റെ ഒരു കോണിലും ഇരുട്ടുണ്ടാവില്ല, പിന്നെ ആകെ പരാ വെളിച്ചാണ്. ആ വെളിച്ചമാണ് വിശുദ്ധ ഖുർആന്റെ വരവ് എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പം അതുകൊണ്ട് മുൻ വേദങ്ങളൊക്കെ ഏതാനും പരിമിതമായ കാലഘട്ടങ്ങളിലേക്കുള്ളതാണെങ്കിൽ വിശുദ്ധ ഖുർആൻ സർവകാലികമായി എന്നും നിലനിൽക്കുന്ന ഗ്രന്ഥമാണ്. ഇതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ട സംഗതി. ഇനി ഈ വിശുദ്ധ ഖുർആൻ മറ്റുള്ളവയൊക്കെയും ക്യാൻസലായി, അതൊക്കെ ക്യാൻസൽ ചെയ്ത് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുമ്പം ആ ഗ്രന്ഥങ്ങളിലൊക്കെ വന്ന സത്യങ്ങൾ മണ്ണിട്ട് മൂടിപ്പോയോ? അതും അള്ളാഹുവിന്റെ വചനങ്ങളല്ലേ, അത് മണ്ണിട്ട് മൂടിപ്പോകാൻ പാടില്ലല്ലോ. ഇല്ല, ഈ വിശുദ്ധ ഖുർആൻ ഏറ്റവും അവസാനമായി സർവകാലികമായി എന്നേക്കും നിലനിൽക്കുന്ന രീതിയിൽ ഈ ഖുർആൻ അവതരിപ്പിച്ചത് ആ മുൻകഴിഞ്ഞ വേദങ്ങളിലെല്ലാം ഉള്ളവയെ ശരിവെക്കാൻ വേണ്ടിയാണ് ഈ വിശുദ്ധ ഖുർആന്റെ അവതരണം. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചു, ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാഹ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി.
ഈ വിശുദ്ധ ഖുർആൻ നബിയെ അങ്ങയുടെ ഹൃദയത്തിലാണ് നമ്മൾ ഇറക്കി തന്നത്. തഫ്സീറിലേക്ക് കടന്നുപോയാൽ ആ ഒരൊറ്റ വാക്കിൽ മാത്രം 1 മണിക്കൂർ സംസാരിച്ചാൽ തീരൂല. അലാ ഖൽബിക, ഖുർആൻ ഇറക്കിയത് എവിടെയാണ്? ഖുർആൻ ഇറക്കിയത് അലാ ഖൽബിക, നബിയെ അങ്ങയുടെ തിരുഹൃദയത്തിലാണ്. മൂസാ നബി അലൈഹി സ്വലാമിന് പലകകളായിട്ടാണ് ഏതിറക്കിയത്? തൗറാത്ത് ഇറക്കിയത്. മുത്തുനബിക്ക് വചനങ്ങളായി വിശുദ്ധ ഖുർആൻ ഇറക്കിയത് തിരുനബിയുടെ ഹൃദയത്തിലാണ്. അപ്പം ആ ഹൃദയത്തിൻ്റെ നബി തങ്ങളുടെ തിരുഹൃദയത്തിൻ്റെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്ക്, അതിൻ്റെ മഹത്വം. നസ്സലഹു അലാ ഖൽബിക, നബിയെ ഈ ഗ്രന്ഥം അങ്ങയുടെ മേൽ നാം അവതരിപ്പിച്ചു ബിഇദ്നില്ല, അള്ളാഹുവിൻ്റെ അനുമതിയോടെ അങ്ങയുടെ ഹൃദയത്തിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഈ ഖുർആൻ തങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവതരിപ്പിച്ചത് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി. അത് പറയാനാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ മുമ്പുള്ള മുഴുവൻ വേദവാക്യങ്ങളെയും യെസ് വെക്കുന്ന രൂപത്തിലാണ് ഇറക്കിയത്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, ശരി വെക്കുന്ന രൂപത്തിൽ, യെസ് വെക്കുന്ന രൂപത്തിലാണ് ഈ വിശുദ്ധ ഖുർആൻ നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ വിശുദ്ധ ഖുർആന്റെ അവതരണത്തോടുകൂടെ മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങൾ ക്യാൻസൽഡായി പോയതിന് വിഷമിക്കണ്ട. അതിൻ്റെ ആശയങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ ജീവിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ ജീവിക്കുന്നുണ്ട്. വഹുദം വബുശ്റാ ലിൽ മുഅ്മിനീൻ, ആ വിശുദ്ധ ഖുർആൻ വിശ്വാസികൾക്ക് മാർഗദർശനവും സന്തോഷവുമാണ്, അവർക്ക് സുവിശേഷവുമാണ്. ഹുദൻ വബുശ്റാ ലിൽ മുഅ്മിനീൻ, സൂറത്തുൽ ബഖറ 97. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയത്തുകൾ കേട്ടാൽ തന്നെ മതി, നിങ്ങൾക്കതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ഉൾക്കൊള്ളാൻ കഴിയും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാ സത്യങ്ങളുടെയും ലോകത്തുള്ള സർവ വസ്തുതകളുടെയും യാഥാർത്ഥ്യങ്ങളുടെയും ഏകീകരണമാണ് വിശുദ്ധ ഖുർആൻ. ലോകത്തേതെല്ലാം ചരിത്ര പുസ്തകങ്ങൾ വന്നിട്ടുണ്ടോ? നമ്മൾ ചരിത്രത്തിലാണ് ഉള്ളത്. അതിൻ്റെ ആമുഖം പറഞ്ഞു തുടങ്ങിയപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു വന്നു എന്നുള്ളൂ. ലോകത്താരൊക്കെ എന്തൊക്കെ ചരിത്രം എഴുതിയിട്ടുണ്ടോ, അത് ഇന്ത്യൻ ഹിസ്റ്ററി ആവട്ടെ, ബ്രിട്ടീഷ് ഹിസ്റ്ററി ആവട്ടെ, എന്തു തന്നെയാണെങ്കിലും, അതുപോലെ തന്നെ പലതരത്തിലുള്ള തിയറികൾ, പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ, എന്തു തന്നെ എവിടെ ആരെഴുതി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് ശരിയും സത്യവുമാണെങ്കിൽ, ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്, എല്ലാ സത്യങ്ങളുടെയും യാഥാർത്ഥ്യങ്ങളുടെയും ശരികളുടെയും എല്ലാം ഏകീകരിക്കപ്പെട്ട രൂപമാണ്, ഏകീകരണമാണ് വിശുദ്ധ ഖുർആൻ എന്ന് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ തെറ്റിനെ ഒരിക്കലും പിന്തുണക്കൂല. മാക്കാന ഹക്കൻ, അതിനെ പിന്തുണക്കും. ഏതെങ്കിലും ഒരു ആശയം ഒമാക്കാന ബാത്തിലൻ, അതിനെ പിന്തുണക്കൂല. ശരിയായതിനെ വിശുദ്ധ ഖുർആൻ പിന്തുണക്കും. അതെല്ലാം ഞാൻ പറയുന്നത് വേദഗ്രന്ഥത്തിലുള്ളത് എന്ന് മാത്രമല്ല, എല്ലാറ്റിനെയും പിന്തുണക്കും. നമ്മൾ അടുത്ത കാലത്ത് വലിയ വിവാദമായ, നമ്മളൊക്കെ കേട്ടിരുന്ന ഒരു വലിയ സംഭവമാണ്. സ്കാൻഡിനേവിയൻ നാവികർ 1972 അവർ കണ്ടെത്തിയ വലിയൊരു അത്ഭുതമായിരുന്നു ആഴക്കടലിലെ ഇരുട്ട്. ഇത് വിശുദ്ധ ഖുർആൻ എത്ര കാലങ്ങൾക്ക് മുമ്പാ പറഞ്ഞു വെച്ചത്? അത് ഇന്നത്തെ ശാസ്ത്രം എഴുതി പിടിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് കടന്നു വരുന്നുണ്ട്. അവിടെ ഉദാഹരണം പറയാമെന്ന് കരുതിയതാണ്, പക്ഷെ അവിടെയും അത് പറയേണ്ടതില്ല, സൂചിപ്പിച്ചാൽ മതി. നിങ്ങൾക്കൊക്കെ അറിയാം, ഔ കദുലുമാതിൻ ഫീ ബഹ്രിൻ ലുജ്ജിയ്യിൻ യഖ്ശാഹു മൗജും മിൻ ഫൗഖിഹി മൗജ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ആയത്ത് ശരിക്കും എന്താണോ ഇന്ന് ശാസ്ത്രം പറയുന്നത് അത് മുഴുവനും ആ ആയത്തിൽ പച്ചയായി പറയാണ്. ഞാൻ ഇപ്പം അടുത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, ടൈറ്റൻ മുങ്ങിയതുമായി ബന്ധപ്പെട്ടും പണ്ട് മുങ്ങിപ്പോയ ടൈറ്റാനിക്കിന്റെ അന്വേഷണത്തിലാണ് അവർ മുങ്ങിപ്പോയത്. ഇത് രണ്ടിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ട് അടുത്ത് ഒരു വീഡിയോ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും, അത് കേട്ടവരുണ്ടാകും. ടൈറ്റാനിക്കും ടൈറ്റനും നൽകുന്ന പാഠം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവതരിപ്പിച്ചിരുന്നു. കേൾക്കാത്തവരുണ്ടെങ്കിൽ കേൾക്കണം എന്ന് കൂട്ടത്തിനുണർത്തുകയാണ്. കാരണം അത്രയും വിശാലാണ് വിശുദ്ധ ഖുർആന്റെ ആശയങ്ങൾ. നോക്കൂ നിങ്ങൾ, നമ്മളെങ്ങാനും കപ്പലെങ്ങാനും സമുദ്രത്തിലങ്ങോട്ട് മുക്കിക്കളയണം എന്ന് നമ്മൾ കരുതിയാൽ, അങ്ങ് മുങ്ങിപ്പോയാൽ
പിന്നീട് കരക്കുള്ള മനുഷ്യന്മാർ അവരുടെ നിലവിളി കേൾക്കാൻ പോലും ആളുണ്ടാവൂല. സൂറത്ത് യാസീനിൽ പറഞ്ഞ ആ ആയത്തൊക്കെ ഞാൻ അവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ നിലവിളി പോലും കേൾക്കാൻ ആളുണ്ടാവില്ല. അതല്ലേ ടൈറ്റനു സംഭവിച്ചത്. ദൈവത്തെ പോലും വെല്ലുവിളിച്ച് നീറ്റിലിറക്കിയ ടൈറ്റാനിക് അതിൻ്റെ കന്നിയാത്രയിലാണ് മുങ്ങിപ്പോയത്. മുങ്ങിപ്പോകൂല, അത്രയും അധികം അത്യാധുനിക സൗകര്യങ്ങൾ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വീമ്പളക്കിയാണ് അവരത് നീറ്റിലിറക്കിയത്. എന്തുണ്ടായി? ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ അവര് ഈ ടൈറ്റൻ അവര് മുങ്ങിപ്പോയതിനെ തുടർന്നുണ്ടായ ചർച്ചയിൽ നമ്മളൊക്കെ കേട്ടു, വല്ലാത്ത അന്ധകാരാണ് ആഴക്കടലിലുള്ളത്. മുകളിലെ കടലിലുള്ളത് പോലെയല്ല ആഴക്കടലിലെ അവസ്ഥ. ഇത് വിശുദ്ധ ഖുർആൻ എത്ര സുന്ദരായിട്ട് മുമ്പ് പറഞ്ഞു വെച്ചു. അപ്പൊ സത്യമായ ഒരു ആശയത്തെ ഖുർആൻ ഗണ്ണിക്കില്ല. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് നിലവിലുള്ള ശാസ്ത്രം എന്തായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം. അത് ഫേമസ് ആണത്, ലോകത്താർക്കും തർക്കമില്ലാത്തൊരു കാര്യമാണ്. അരിസ്റ്റോട്ടലിന്റെ സിദ്ധാന്തമാണ് അന്ന് നിലനിന്നിരുന്നത്. അരിസ്റ്റോട്ടിൽ എന്താ പഠിപ്പിച്ചത്? ആർത്തവരക്തം കട്ട പിടിച്ചാണ് കുട്ടി ഉണ്ടാകുന്നത്, ആ പുരുഷ ബീജാണ് കുഞ്ഞാകുന്നത് നല്ല പഠിപ്പിച്ചത്. ആ ശാസ്ത്രം നിലനിൽക്കുന്ന കാലത്താണ് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത് അന്നാണ്. ആ ഒരു കാലഘട്ടത്തില് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ ഖുർആനെ കൊഞ്ഞനം കുത്തിയവരുണ്ടായിരുന്നു, അത് ബോധ്യപ്പെടാത്തവരുണ്ടായിരുന്നു. കാരണം ഖുർആൻ പറഞ്ഞു അത് ശരിയല്ല, ആർത്തവരക്തം കട്ട പിടിച്ചിട്ടൊന്നും അല്ല കുട്ടി ഉണ്ടാകുന്നത്, ഉപ്പാന്റെ ബീജം അതാണ് കുഞ്ഞായി മാറുന്നത്. അലം യകുനു തുഫതം മിൻ മനിയ്യിൻ യുംന, അതും ഒരു തവണ സ്ഖലിക്കുന്ന ശുക്ലം മൊത്തം കുഞ്ഞാകുന്നില്ല, ഒരു തവണ സ്ഖലിക്കുന്ന ശുക്ലത്തിലെ ഒരു തുള്ളിയിലെ ലക്ഷക്കണക്കിന് അണുക്കളിൽ ഒരണു മാത്രമാണ് കുഞ്ഞാകുന്നത്. അലം യകുനു തുഫതൻ മിൻ മനിയ്യിൻ യുംന. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു നുതുഫതൻ എന്ന പ്രയോഗം, ഒരു നുതുഫ, ഒരു ബീജകണം. എത്ര കൃത്യമായിട്ടാണ് സത്യത്തിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അത് പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്തു? ദമുൽ ഹൈൽ കട്ട പിടിച്ച ആ കുട്ടി ഉണ്ടാകുന്നത് എന്നത് ഹക്കായിരുന്നില്ല, ബാത്തിലായ ഒരു വാദമായിരുന്നു. അത് തിരുത്തപ്പെട്ടിട്ട് കുറഞ്ഞ കാലേ ആയിട്ടുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, അത് തിരുത്തപ്പെട്ടിട്ട് കുറഞ്ഞ കാലേ ആയിട്ടുള്ളൂ, ഒരുപാട് കാലമായിട്ടില്ല. 4 നൂറ്റാണ്ടിന്റെ പഴക്കം നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് ഇന്ന് ലോകം മുഴുവനും സമ്മതിച്ചു കഴിഞ്ഞു. ലോകത്തൊരാളും പറയില്ല ഇന്ന് ആർത്തവരക്തം കട്ട പിടിച്ച കുട്ടി ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ശാസ്ത്രം ഇന്ന് ലോകത്തില്ലേ ഇല്ല. അരിസ്റ്റോട്ടലിന്റെ സിദ്ധാന്തം തെറ്റായിരുന്നു. പക്ഷെ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ എഴുതുന്നുണ്ട്. ഫത്ഹുൽ ബാരിയിൽ സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു എഴുതിയിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് ഒന്ന് പുനരാലോചന നടത്തണം മുസ്ലിം സയന്റിസ്റ്റുകൾ, എങ്കിൽ ഇതിൽ മാറി ചിന്തിക്കാൻ കഴിയും. കാരണം നുതുഫത്താണ് കുഞ്ഞാകുന്നത് എന്ന് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഈ പുതിയ ശാസ്ത്രം വരുന്നതിന് മുമ്പ് എന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്കെത്തി നമ്മൾ ഇനി ശേഷം വായിക്കാൻ പോകുന്ന വനബഉ മാ ബഅദക്കും, അതൊക്കെ ഖുർആനിലുണ്ടോ എന്നുള്ളതിന് തെളിവും കൂടെയാണിത്. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ സത്യമായതിനെ അത് പിന്തുണക്കും, മിഥ്യയായതിനെ അത് റിജക്റ്റ് ചെയ്യും, അത് ആക്സെപ്റ്റ് ചെയ്യില്ല. സത്യമായ ആശയമാണോ വിശുദ്ധ ഖുർആൻ എന്നും അതിനെ പിന്തുണക്കാൻ തയ്യാറായിരിക്കും. സത്യമായ ആശയങ്ങൾ അതേത് സയന്റിസ്റ്റിന്റെ പുസ്തകത്തിലാണെങ്കിലും ആരെഴുതി പിടിപ്പിച്ച ചരിത്ര സത്യങ്ങളാണെങ്കിലും അത് ഇവിടെ നിലനിൽക്കും, വിശുദ്ധ ഖുർആനിലുണ്ടാവും. സൂറത്തുൽ ബയ്യിനയിൽ അല്ലാഹു പറഞ്ഞു യത്ലു സുഹുഫം മുതഖറ ഫീഹാ കുതുബുൻ ഖയ്യിമ. വിശുദ്ധ ഖുർആനിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിന് ഓതിക്കേൾപ്പിക്കുന്നത് സുഹുഫം മുതഖറ, വിശുദ്ധമായ പേജുകളാണ്. വിശുദ്ധമായ പേജുകളാണ് ഈ വിശുദ്ധ ഖുർആനിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ഓതിക്കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഉമ്മത്തിനെ. ഓരോ പേജിലും വിശുദ്ധമായ ആശയങ്ങളാ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഫീഹാ കുതുബുൻ ഖയ്യിമ. ആ ഓരോ വചനങ്ങളിലും നേരെ ചൊവ്വയുള്ള മുഴുവൻ ഗ്രന്ഥങ്ങളും നേരെ ചൊവ്വയുള്ള, കണ്ടോ അവിടെ പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കണം, ഫീഹാ കുതുബുൻ
ജമിയ എന്നല്ല ഖുർആൻ പറഞ്ഞത്. ഫീഹാ കുതുബുൻ ഖയ്യിമ, മുഅ്വജായ, വളവും തിരിവുള്ള ഗ്രന്ഥം അതിലുണ്ടാവില്ല. നേരെ മറിച്ച് നേരെ ചൊവ്വയുള്ള ഏതൊരു സത്യം പറഞ്ഞ ഏതൊരു ഗ്രന്ഥം ലോകത്തുണ്ടോ അത് വിശുദ്ധ ഖുർആനിൽ അന്തർലീനമാണ്. ഫീഹാ കുതുബുൻ ഖയ്യിമ, ഫീഹാ കുതുബുൻ ഖയ്യിമ ലം യകുനിൽ ലദീന കഫറു എന്ന് പറഞ്ഞ സൂറത്തുൽ ബയ്യിനയിൽ ആ കാര്യം അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത് കാണാം. ചരിത്ര സംഭവങ്ങളുടെ മഹത്തായ ഉറവിടമാണ് വിശുദ്ധ ഖുർആൻ. ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വേറെ ഒരു ഗ്രന്ഥവും പറഞ്ഞിട്ടുണ്ടാവില്ല. എല്ലാ ചരിത്രങ്ങളും വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് ലഭ്യമാണ്. ഒന്ന് നോക്കൂ, എത്ര സ്ഥലത്താ ഖുർആൻ ചരിത്രങ്ങൾ പറയുന്നതിനെ കുറിച്ച് സംസാരിച്ചത്. നമ്മൾ സാധാരണഗതിയിൽ കഥ, ചരിത്രം ഇങ്ങനെ രണ്ടെണ്ണം പറയാറുണ്ട്. കഥ എന്ന് പറയുമ്പോൾ അതിന് പലപ്പോഴും യാഥാർത്ഥ്യം ഉള്ളതും ഇല്ലാത്തതും ഉണ്ടാവും. ചരിത്രം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, അത് യാഥാർത്ഥ്യം ഉള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. കഥ അത് കൽപ്പിത കഥകൾക്കും കഥ എന്ന് പറയും. പക്ഷെ അത് മാത്രമല്ല കഥ, ശരിയായ കഥയെ പറ്റിയും കഥ എന്ന് പറയാം. അല്ലാതെ കഥ എന്ന് പറഞ്ഞാൽ അത് ഇല്ലാത്തതാണ്, മുഴുവനും ഇല്ലാത്തതാണെന്ന് വിശ്വസിക്കരുത്. കഥയിൽ ഇല്ലാത്തതും ഉണ്ടാകും. നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന കഥയിൽ ചോദ്യമല്ല, ആ കഥയിൽ ഇല്ലാത്തതും ഉണ്ടാവും, പൊരുത്തപ്പെടാത്തതും ഉണ്ടാവും, ഒക്കാത്തതും ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ ചരിത്രം അങ്ങനെയല്ല വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്ന. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്ന കഥകളുടെ സ്വഭാവം, അതായത് ചരിത്രം എന്ന അർത്ഥത്തിനുള്ള കഥകളുടെ സ്വഭാവം വിശുദ്ധ ഖുർആൻ പറഞ്ഞു, തിൽക്കൽ ഖുറാ നഖുസ്സു അലൈക മിൻ അംബാഇഹാ. കണ്ടോ, ഈ രാജ്യത്തുള്ള, ഈ ലോകത്തുള്ള ഓരോ ഗ്രാമങ്ങളുടെയും പൊള്ളുന്ന വർത്തമാനങ്ങൾ നബിയെ തങ്ങൾക്ക് നാം കൃത്യമായി കഥയായി അവതരിപ്പിച്ചു തരും. ഖുർആൻ പറയണം തിൽക്കൽ ഖുറാ. അവിടെയാണ് സദൂം ഗ്രാമത്തിന്റെ കഥ പറയുന്നത്. സ്വവർഗരതി ഭ്രാന്തന്മാരായി നശിച്ചു പോയി, ലോകത്തിന്റെ മുമ്പിൽ എന്നേക്കും ഒരു പാഠമായി ഡെഡ് സീ രൂപപ്പെടുത്തി ലോകത്തിന് മുമ്പിൽ മരണപ്പെട്ടുപോയ, നശിച്ചുപോയ ഒരു സമൂഹത്തിന്റെ കഥ പറയുന്നത് ഈ തിൽക്കൽ ഖുറാ നഖുസ്സു അലൈക മിൻ അംബാഇഹ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഖറിയകളിലെ ഒരു ഖറിയയാണ് സദൂം. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സദൂം. ഒരു ഉദാഹരണം, ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ മദിയൻ. എല്ലാം വളരെ കൃത്യമായിട്ടല്ലേ അവതരിപ്പിക്കുന്നത്. അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ എല്ലാവരുടെയും കഥകൾ വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയാണ്. ഹൂദ് നബി അലൈഹിസ്സലാം, സാലിഹ് നബി അലൈഹിസ്സലാം, ഇവരെയൊക്കെ ഓരോരുത്തരെയും അല്ലാഹു തആല പറഞ്ഞയച്ച നാടുകൾ, ആ നാടുകളെ പരിചയപ്പെടുത്തി അവരുമായി ബന്ധപ്പെട്ട പൊള്ളുന്ന കഥകൾ അവതരിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. ഈ ചരിത്രങ്ങളൊക്കെയും സത്യവുമാണ്. ഈ ഒരു വിഷയം സൂറത്തുൽ അറാഫിന്റെ 101-ാം വചനത്തിൽ പറഞ്ഞതാണ്. ഞാൻ ഇപ്പൊ നിങ്ങളെ കേൾപ്പിച്ചത് തിൽക്കൽ ഖുറാൻ നഖുസ്സു അലൈക മിൻ അംബാഇഹാ. ഇനി സൂറത്തു ഹൂദിന്റെ 49-ാമത്തെ ആയത്തിൽ തിൽക മിൻ അംബാഇൽ ഗൈബി നൂഹിഹാ ഇലൈക്. ആ അദൃശ്യജ്ഞാനങ്ങൾ നമ്മളാണ് നബിയെ തങ്ങൾക്ക് ബോധനം നൽകുന്നത്. തിൽക മിൻ അംബാഇൽ ഗൈബ് നൂഹിഹാ ഇലൈക് മാ കുൻത തഅലമുഹാ അൻത വലാ ഖൗമുക. കണ്ടോ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹ് പറയാണ്, ഞാനിത് പറഞ്ഞു തരുന്നതിൻ്റെ മുമ്പ്, മിൻ ഖബലി ഹാദാ, ഞാൻ ഈ ചരിത്രം അവതരിപ്പിക്കുന്നതിൻ്റെ മുമ്പ്, തങ്ങൾക്ക് ഈ കഥ അള്ളാഹു പറഞ്ഞു തരുന്നതിൻ്റെ മുമ്പ് നബിയെ ആ അദൃശ്യ വൃത്താന്തങ്ങളൊന്നും തന്നെ തങ്ങൾക്കും തങ്ങളുടെ ഖൗമിനും അറിയില്ല. ലാ തഅലമുഹ മാ കുൻത തഅലമുഹ അൻത വലാ ഖൗമുക. തീർച്ചയായിട്ടും സയ്യിദുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു ഫ്രഷായിട്ട് ഇങ്ങനെ നൽകുകയാണ് വിവരം. സൂറത്ത് ഹൂദില് അള്ളാഹു തആല ഈ കാര്യം പഠിപ്പിച്ചു. അപ്പൊ കൃത്യമായിട്ട് ചരിത്രാവലോകനം നടന്ന ഒരു ഗ്രന്ഥം തന്നെയാണ് ഖുർആൻ. ഇത് ഓരോന്നിനെ സംബന്ധിച്ചും പറയുന്നത് കാണാം. ഒരു തർക്കത്തിനും ഇടയില്ലാത്ത വിധത്തില് വിശ്വാസയോഗ്യമായ ചരിത്രമാണ് വിശുദ്ധ ഖുർആൻ ഇടപെട്ട് സംസാരിക്കുക. ഉദാഹരണത്തിന് ഒരുപാട് കൂട്ടലിനും കിഴുക്കലിനും വിധേയമായ ഒരു കഥയായിരുന്നു ഗുഹാവാസികളുടെ കഥ, അസ്ഹാബുൽ കഹ്ഫ്. വെള്ളിയാഴ്ച നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിലെ ഗുഹാവാസികളുടെ കഥ സൂറത്തുൽ കഹ്ഫ് ഇറങ്ങുന്നത് വരെ ഒരുപാട് കൂട്ടലുകൾക്കും കിഴുക്കലുകൾക്കും വിധേയമായ കഥയാണ്. ഒരു സംഭവം ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ആ പഴയ സംഭവം പറയുകയാണെങ്കിൽ അതിൽ ഒരുപാട് അതിശയോക്തികൾ കടന്നുകൂടും. അങ്ങനെയാണ് പലതും പെരുത്ത് ഇങ്ങനെ വരല്. നമ്മൾ പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണത്. ഒരു കഥ പഴക്കം കൂടുന്തോറും ഒന്നുകിൽ അത് കൂടിപ്പോവും അല്ലെങ്കിൽ കുറഞ്ഞു പോവും. അന്നുണ്ടായത് കൃത്യമായിട്ട് കിട്ടൂല. അപ്പൊ ഈ കൂട്ടലിനും കിഴുക്കലിനും വിധേയമായി ആകെ വികലമായ ഒരു കഥയായിരുന്നു സത്യത്തില് അസ്ഹാബുൽ കഹ്ഫ് ഗുഹാവാസികളുടെ കഥ. ആ കഥ പലരും പല കോലത്തിലാ അവതരിപ്പിക്കല്. അതുകൊണ്ട് തന്നെ ജൂതന്മാര് മുശ്രിക്കീങ്ങളെ തട്ടിക്കയറ്റി വിട്ടു. നിങ്ങൾ മുഹമ്മദിനോട് അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ ചോദിച്ചു നോക്ക്, അത് പറയുകയാണെങ്കിൽ ആള് പ്രവാചകൻ തന്നെയാണ്, കൃത്യമായിട്ട് പറയണം. പക്ഷെ അത് പറയാൻ അന്ന് ആളുകളുടെ കയ്യിൽ ഒരു പ്രമാണവും ഇല്ല കൃത്യമായിട്ട് അത് പറയാൻ. കാരണം അത്രയും അധികം ആ കഥ വികലായിരിക്കുന്നു. ചിലർ കൂട്ടി പറഞ്ഞു, ചിലർ കുറച്ചു പറഞ്ഞു. അതിൻ്റെ യഥാർത്ഥ രൂപം നിലനിൽക്കുന്നില്ല. അവിടെയാണ് വിശുദ്ധ ഖുർആൻ ആ കഥ അവതരിപ്പിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഖുർആന്റെ കഥ അവതരണത്തിലെ സത്യം എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തിയിട്ട കഥ തുടങ്ങുന്നത്. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്, നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്. നബിയെ, ഗുഹാവാസികളുടെ കഥ തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരികയാണ്. അവർ തങ്ങളെ സമീപിക്കും. കുറച്ചു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങാതെ അങ്ങനെ സ്റ്റോപ്പായി. നബി തങ്ങൾ ഒന്ന് ബേജാറാകുന്ന ഒരു സംഭവമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാലോ, തഫ്സീർ ഓതിയവരാണ്. പക്ഷേ അല്ലാഹു തആല മുത്തുനബിനെ ഒരിക്കലും വഷളാക്കൂല. അതുകൊണ്ട് അതുവരെ അവർ വന്നില്ല. ഇത് ഇറങ്ങിയാരെയാ വന്നത്. ഇത് ഇറങ്ങിയാരെയാണ് ഇവർ വന്നത്. ഇറങ്ങിയതിൻ്റെ ശേഷം മാത്രമാണ് മുത്തുനബിയെ സമീപിച്ചത്. അപ്പോഴേക്ക് അള്ളാഹു പറയാണ്, നബിയെ തങ്ങൾ വിഷമിക്കേണ്ട, നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്. ഗുഹാവാസികളുടെ കഥ, നബിയെ തങ്ങൾക്ക് അവരുടെ വർത്തമാനം, അവരുടെ വൃത്താന്തം നമ്മൾ സത്യസന്ധമായി അവതരിപ്പിച്ചു തരാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ഇന്ന് ലോകത്ത് ഇത്ര ഭംഗിയിൽ വേറൊരാൾക്കും കിട്ടൂല തങ്ങൾ ഈ പറയും പോലെ. കാരണം പടച്ചോനായ ഞാൻ പറയുന്ന ഇത് മാത്രമാണ് അതിൽ ശരിയായ കഥ. എന്നിട്ട് അതിനെ ഹ്രസ്വമായി ഒന്ന് അവതരിപ്പിച്ചു, പിന്നെ അതിനെ ഡീറ്റെയിൽ ആയിട്ട് അവതരിപ്പിച്ചു. കണ്ടോ നിങ്ങൾ, നമ്മൾ സാധാരണ കഥ പറയുമ്പോൾ ചിലപ്പോൾ ചുരുക്കി പറയും. സൂറത്തുൽ കഹ്ഫിലെ പരിപാടി അതാണ്. ആദ്യം കഥ ചുരുക്കി പറയാണ്, പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വിശദാംശങ്ങളോടെ പറയാണ്. ആദ്യം നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദൻ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്. അതോടുകൂടി ആ വിഷയം കഴിഞ്ഞു. അത്രയല്ലേ ഉള്ളൂ. ആ ആയത്ത് സമാപിക്കുന്നതോടുകൂടെ കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ പ്രബോധന ഫീൽഡിൽ വിജയം നേടിയ ഒരു അത്ഭുത പടപ്പുകളാണ്, അത്ഭുതകരമായ പ്രബോധകരാണ്. ആ അത്ഭുത പ്രബോധകര് അവരുടെ ഗുണനിലവാരം എന്തായിരുന്നു? ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം. മൂന്ന് കാര്യങ്ങളിൽ ആ കഥ അവതരിപ്പിച്ചു. കഥയുടെ മർമ്മം, അവര് നല്ല വിശ്വാസികളായ ചെറുപ്പക്കാരായിരുന്നു. വിശ്വാസം വളരെ മർമ്മപ്രധാനമാണ്. പിന്നെ വയസ്സന്മാർക്ക് ചെയ്യാൻ പറ്റാത്ത പലതും ചെറുപ്പക്കാർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതും മർമ്മാണ്. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. വിശ്വാസം മാത്രം ഉണ്ടായാൽ പോരാ, വിശ്വാസത്തിന് കർമ്മത്തിന്റെ തിളക്കവും വേണം. അതാണ് വസിദ്നാഹും ഹുദാ. കർമ്മവും കൂടെ ഉണ്ട്. ഇനി വിശ്വാസവും കർമ്മവും റെഡിയാണ്. അങ്ങനെ പ്രബോധന ഫീൽഡിൽ ഇറങ്ങുമ്പം അവർക്ക് നേരെ വരുന്ന ഒരുപാട് പ്രതിസന്ധികളുടെ ഹിമാലയങ്ങളുണ്ട്. അവിടെ ഒരിക്കലും പകച്ചു പോകാൻ പാടില്ല. വറബത്നാ അലാ ഖുലൂബിഹിം. കണ്ടോ, പ്രതിസന്ധികളുടെ ഹിമാലയങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ അവരുടെ മനസ്സുകൾക്ക് നാം കരുത്തേകി നബിയേ. വറബത്നാ അലാ ഖുലൂബിഹിം.
ഇദ് ഖാമൂ ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാത്. അതുകൊണ്ടാണ് ആക്രമിയായ ദഖ്യാനൂസ് രാജാവിന്റെ മുമ്പില് അവർ എഴുന്നു നിന്ന് നെഞ്ചു വിരിച്ചു പറഞ്ഞത് റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്. അത് പറയാൻ അവർക്ക് സാധിച്ചത് അതുകൊണ്ടാണ്. അതോടുകൂടി കഥ കഴിഞ്ഞു. പിന്നെ രണ്ടാമത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അവതരണം രണ്ടാമത് വരുന്നുണ്ട്. അതിലാണ് ഏതൊക്കെ പറയുന്നത് ഈ ഗുഹാവാസികളുടെ ഓരോ വിശേഷങ്ങളും കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നത്. ഓരോ വിശേഷങ്ങളും കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അതും ഈ കഥ അവതരിപ്പിക്കുമ്പം അതിലെ മർമ്മം എന്താണെന്ന് നോക്കിയിട്ടാണ് വിശുദ്ധ ഖുർആൻ കഥ അവതരിപ്പിക്കാറുള്ളത്. വിശുദ്ധ ഖുർആന്റെ ചരിത്രങ്ങളെ സത്യത്തിൽ മർമ്മം നോക്കിയാണ് അവതരിപ്പിക്കുക. നമ്മളൊക്കെ ഈ കഥ പറയുമ്പം ചരിത്രം പറയുമ്പോഴൊക്കെ എൻ്റെ വന്ദരായ ഉസ്താദ് അവറുകൾ പലപ്പോഴും പറയാറുണ്ടായിരുന്നു, ഉസ്താദിൻ്റെ ഒരു ശൈലിയാണ് ചെള്ള് കൊയ്ത്ത എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു ശൈലി വിശുദ്ധ ഖുർആനിലില്ല. എന്ന് പറഞ്ഞാൽ കണ്ടതും കേട്ടതും എല്ലാ നുറുങ്ങുകളും ഇങ്ങനെ എടുത്ത് പറയുന്ന ശൈലിയല്ല ഖുർആന്റെ ചരിത്രാവതരണം ഉള്ളത്. അത് നിങ്ങളൊന്ന് നോക്ക്. മൂസാ നബിയുടെ കഥ എത്ര സ്ഥലത്ത് പോകണം, അത് ഞാൻ എൻ്റെ വിഷയത്തിൽ കടന്നു വരുന്നുണ്ട്. ഞാൻ പറയാം. തെർത്തീബില്ലാത്തത് എന്തേ? കഥകൾക്ക് തെർത്തീബില്ലല്ലോ. അതെന്തുകൊണ്ട്? പലയിടത്ത് വെട്ടി എറിഞ്ഞിരിക്കുകയാണ് ചരിത്രങ്ങളെ. ഒരു 8-10 സൂറത്തൊക്കെ ചിലപ്പോൾ ജമ്മ് ചെയ്യണം, അപ്പോഴേ ഒരു കഥ കിട്ടുള്ളൂ. അതെന്തുകൊണ്ടെന്ന് പറയാം. പക്ഷെ എന്താണ് അവിടെയും പറയുമ്പോൾ ആ ചരിത്രത്തിൻ്റെ എല്ലാ വശങ്ങളും അതിലെ ചെറുതും വലുതുമായ എല്ലാ സംഭവങ്ങളും പറയില്ല. അതിലേറ്റവും പ്രധാനമായ പോയിന്റാ പറയാം. ഇപ്പം ഗുഹാവാസികളുടെ കഥയിൽ കണ്ടോ നിങ്ങൾ, അവരുടെ എണ്ണം എത്രയാണെന്ന് പോലും തെളിച്ച് പറഞ്ഞിട്ടില്ല. അവരുടെ എണ്ണം എത്രയാണെന്ന് പോലും തെളിച്ച് പറഞ്ഞിട്ടില്ല. സയഖൂലൂന സലാസത്തുർ റാബിഉഹും കൽബുഹും വയഖൂലൂന ഖംസത്തുൻ സാദിസുഹും കൽബുഹും റജ്മൻ ബിൽ ഗൈബ് വയഖൂലൂന സബ്അത്തുൻ വസാമിനുഹും കൽബുഹും ഖുർ റബ്ബി യഅലമു ബിഇദ്ദതിഹിം. അല്ലേ, അങ്ങനെയല്ലേ പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ചെറുപ്പത്തിലൊക്കെ ഈ അൽഫിയ ഫത്ഹുൽ മുഈനൊക്കെ ഓതുന്ന കാലത്ത് അന്ന് നമ്മൾ വെള്ളിയാഴ്ച അൽ കഹ്ഫ് ഇങ്ങനെ ഓതുമ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ അർത്ഥം ഇങ്ങനെ മനസ്സിലാവുമ്പോൾ അന്ന് ഇങ്ങനെ ചിന്തിച്ചിരുന്നു, എന്താ ഈ പറയണത്? അത് ഓതുമ്പോൾ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും. സയഖൂലൂന. ശേഷം ചരിത്രകാരന്മാർ പറയും അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി ആളുകൾ ഇങ്ങനെ വിലയിരുത്തിക്കൊണ്ടിരിക്കും. സലാസത്തുർ റാബിഉഹും കൽബുഹും 3+1 4, നായ അടക്കം. അങ്ങനെ 4 ആളായിരുന്നു അവരുണ്ടായിരുന്നത്. അല്ല, ഹംസത്തുൻ സാദിസുഹും കൽബുഹും 5ഉം 1ഉം 6. 1 എന്ന് പറയും +1 പറയുന്നത് നായനെയാണ്. 6ാമൻ നായയായിട്ട് 5 ആളാണ്. അപ്പൊ 5 ആളും നായയുമാണ്. ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അവരുടെ യഥാർത്ഥ എണ്ണം അല്ലാഹ്ക്കേ അറിയുള്ളൂ. 7ഉം 1ഉം 8ആണ്. അങ്ങനെയും പറഞ്ഞു. സബഅത്തും വസാമിനുഹും കൽബുഹും. അപ്പൊ അന്ന് ഇങ്ങനെ തോന്നിയിരുന്നു, പടച്ചോൻ എന്നതിലൊരു പിടുത്തല്ലേ, എന്താ അത് പടച്ചോനാണല്ലോ ഈ പറയുന്നത് അല്ലേ? ഖുർആനിൽ അള്ളാഹു അല്ലേ ഈ കഥ പറയുന്നത്. അപ്പൊ അള്ളാഹ്ക്ക് വരെ എണ്ണം കൃത്യമായിട്ട് അറിയില്ലേ? അതങ്ങ് പറഞ്ഞൂടെ? അപ്പോഴാണ് തഫ്സീർ ഗ്രന്ഥങ്ങൾ വായിച്ചപ്പോൾ അതിൻ്റെ എണ്ണം പറയാതിരുന്നതിൻ്റെ ഹിക്മത്ത് പറയുന്നത്. എണ്ണം പറഞ്ഞിരുന്നെങ്കിൽ മർമ്മം നഷ്ടപ്പെടും കഥയുടെ. മർമ്മം എന്താ? ഇന്നഹും ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദം വറബത്നാ അലാ ഖുലൂബിഹിം. വ്യക്തമായ ആദർശബോധവും അനുഷ്ഠാനബോധവും ക്ഷമിക്കാനുള്ള കരുത്തും ഉണ്ടെങ്കിൽ 2 ആളാണെങ്കിലും പ്രവർത്തിച്ചാൽ ലക്ഷ്യത്തിലെത്താം. 7 ആളായിരുന്നു എന്ന് കൃത്യമായിട്ടാണ് പറയുകയാണെങ്കിൽ പിന്നെ 2 ആളുള്ളടുത്ത് സുന്നി സംഘടനക്ക് യൂണിറ്റ് ഇടാൻ ആളുണ്ടാവില്ല. അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ നോക്കിയിട്ട് കാര്യമല്ല, 7 ആളുണ്ടായിരുന്നു ചുരുങ്ങിയത്. അങ്ങനല്ല, എണ്ണത്തിനൊരു പ്രസക്തിയില്ല. ഒരു 2 ആളുണ്ടായാൽ മതി. ആദർശബോധത്തോടെ അനുഷ്ഠാനബോധത്തോടെ മനക്കരുത്തോടെ ക്ഷമാബോധത്തോടെ ഒരുമിക്കുകയാണെങ്കിൽ ലക്ഷ്യത്തിലെത്താൻ പ്രവർത്തിച്ചാൽ എത്തും. അതാണ് പഠിപ്പിക്കുന്ന പാഠം. അതിന് എണ്ണം പറയാതിരിക്കണം, കൺഫ്യൂഷനാക്കി ഇങ്ങനെ വിട്ടു. എന്നാൽ ഒരാൾ ആഴത്തിൽ വായിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ അയാൾക്ക് ഇതിൽ വായിച്ചെടുക്കാനും പറ്റണം. അതാണ് ആ ആയത്ത് ഇങ്ങനെ ഓതിയപ്പം ഖുർ റബ്ബി യഅലമു ബിഇദ്ദതിഹിം മാ യഅലമുഹും ഇല്ലാ ഖലീൽ. എൻ്റെ റബ്ബിന് മാത്രമേ അവരുടെ എണ്ണം അറിയൂ, അതുപോലെ തുച്ഛം ചില ആളുകൾക്കും അറിയാമെന്ന് പറഞ്ഞു. മാ യഅലമുഹും ഇല്ലാ ഖലീൽ. ആ ഹദീസ് ആയത്തോതിയപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, റയീസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് പറഞ്ഞു, അന മിനൽ ഖലീൽ. ഞാൻ ആ തുച്ഛം ആളുകളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്, എനിക്കറിയാം. അത് അഹങ്കാരത്തിന്റെ ഭാഷയല്ല, വഅമ്മാ ബിനിഅ്മതി റബ്ബിക ഫഹദ്ദിസിന്റെ ഭാഷയാണ്. എങ്ങനെയാണത് കിട്ടിയത് നമുക്കൊക്കെ അറിയാം. അതായത് ഇത് അങ്ങനെ ഒഴുക്കമട്ടിൽ പറഞ്ഞു പോയേക്കല്ല. ആദ്യത്തെ 2 ആണ് ഒഴുക്കമട്ടിൽ പറഞ്ഞത്. സലാസത്തുർ റാബിഉഹും കൽബുഹും.
ഖംസത്തുൻ സാദിസുഹും കൽബുഹും. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു വാക്കുണ്ട്, റജ്മം ബിൽ ഗൈബ്. ഇതൊക്കെ ഉന്നം നോക്കാതെയുള്ള ഏറാണ്. സാധനത്തെ കാണാതെ എറിഞ്ഞാൽ കൊണ്ടു അത്രയേ ഉള്ളൂ. മാമ്പഴത്തിന് എറിയുമ്പം മാങ്ങ കാണാതെ എറിഞ്ഞാൽ ചിലപ്പോൾ കൊള്ളു, ചിലപ്പോൾ കൊള്ളൂല. റജ്മം ബിൽ ഗൈബ്, ഉന്നം നോക്കാതെയുള്ള ഏറാണ്. അതായത് ഈ പറഞ്ഞ രണ്ടഭിപ്രായം ഉന്നം നോക്കാതെയുള്ള ഏറാണ്. ഇത് ശരിയല്ല എന്ന് അവിടെ സൂചന തന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങൾ പറഞ്ഞു, അത് മൂന്നും കഴിഞ്ഞിട്ടാണ് റജ്മം ബിൽ ഗൈബ് എന്ന് പറയേണ്ടിയിരുന്നത്. അങ്ങനെ അല്ലല്ലോ അള്ളാഹ് പറഞ്ഞു. രണ്ടെണ്ണം കഴിഞ്ഞാണ് റജ്മം ബിൽ ഗൈബ് പറഞ്ഞു. അപ്പോൾ അത് രണ്ടും റജ്മം ബിൽ ഗൈബാണ്. ഇത് കൃത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അതാണ് കൃത്യമായ അവതരണം. അദ്ദേഹം പറഞ്ഞത് സൂറത്തുൽ ഹൂദ്, കൃത്യമായി അവതരിപ്പിക്കും തങ്ങളെ, സത്യസന്ധമായും കൃത്യമായും നമ്മൾ ആ കഥ തങ്ങൾക്ക് പറഞ്ഞു തരും. അതാണ് ഖുർആന്റെ ചരിത്രാവതരണത്തിന്റെ പ്രത്യേകത. ഇത് നമ്മൾ ഉൾക്കൊണ്ടാൽ മതി. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ് ഞാൻ അതിൽ നിന്ന്. സാധാരണ ചരിത്രകാരന്മാരുടേതുപോലെയുള്ള കേവല ചരിത്രാഖ്യാനമല്ല വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. മറിച്ച് ഖുർആന്റെ ചരിത്രാവതരണം മനുഷ്യന്റെ ഇടനെഞ്ച് കുലുക്കുന്ന സാരോപദേശമാണ്, ഉപദേശമാണ്. അതാണ് വിശുദ്ധ ഖുർആന്റെ കഥയവതരണത്തിന്റെ രൂപം. വെറുതെ രസത്തിനൊരു കഥ വായിക്കലല്ല, വെറുതെ രസത്തിനൊരു കഥ വായിച്ചു പോകലല്ല. കഴിഞ്ഞുപോയ കാലത്തിന്റെ പൊള്ളുന്ന വർത്തമാനങ്ങള് നബിയെ തങ്ങൾക്ക് ഇപ്രകാരം നമ്മൾ വിശദീകരിച്ചു തരും. ആ കഥ അവതരണങ്ങളിലൂടെ, ആ ചരിത്രാവതരണങ്ങളിലൂടെ നമ്മൾ തങ്ങൾക്ക് കൈമാറാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് ഉത്ബോധനമാണ്. അല്ലാഹു തആല പറയാണ്. അപ്പം വെറുതെ ഇങ്ങനെ രസത്തിന് കഥ എഴുതും വായിക്കുമല്ല. വിശുദ്ധ ഖുർആന്റെ കഥയവതരണം ആലോചിക്കാനുള്ളതാണ്, ചിന്തിക്കാനുള്ളതാണ്, ഉപദേശമാണ്, സാരോപദേശമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതാണ് സൂറത്ത് യാസീനിൽ അല്ലാഹ് പറഞ്ഞത്, ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് സാരോപദേശ ഗ്രന്ഥമാണ്. നിരന്തര പാരായണത്തിന് വിധേയമാക്കപ്പെടുന്ന സാരോപദേശ ഗ്രന്ഥമാണത്. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ. അല്ലാതെ ഏതല്ല, കേവല കഥാപുസ്തകം അല്ല ഖുർആൻ. അതാണ് ഖുർആന്റെ പ്രത്യേകത. കേവല കഥാപുസ്തകമല്ല, വ്യക്തമായ ലക്ഷ്യബോധത്തോടെ കഥ പറയുന്ന പുസ്തകമാണ്, ചരിത്രം പറയുന്ന പുസ്തകമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ലക്ഷ്യം കഥ പഠിപ്പിക്കലല്ല, അതൊരു കഥാപുസ്തകത്തിന്റെ ലെവലിലേക്ക് താവാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ് അത് വിശുദ്ധ ഖുർആൻ അധിക കഥകളും അത് ഓർഡറിൽ അവതരിപ്പിച്ചിട്ടില്ല. മൂസ നബിയുടെ കഥ ഒരാൾക്ക് പൂർണ്ണമായിട്ട് കിട്ടണമെങ്കിൽ 8-10 സൂറത്ത് പരിശോധിക്കണം. കാരണം ഖുർആന്റെ ലക്ഷ്യം എന്താണ്? ഉത്ബോധനാണ്, കഥ പറയുന്നത് കൊണ്ട്. അപ്പോൾ ഒരു കൗമിനെ ഉത്ബോധിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടാകുമ്പോൾ അവിടെ മൂസ നബിയുടെ കഥ പറഞ്ഞാൽ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കഥയാണ് വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ കഥ. ഒരാളോട് ചോദിക്കുകയാണ്, ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഖുർആനിൽ ഏറ്റവും കൂടുതൽ കഥ പറഞ്ഞ നബി ആരാന്ന് ചോദിച്ചാൽ കണ്ണും മുറുക്കി ചെമ്പി പറയാതെ തെറ്റൂല, മൂസാ നബി. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ആലോചിക്കേണ്ടി വരും. അത് ഖുർആൻ ജസ്റ്റ് പാരായണം ചെയ്യുന്ന ഏതൊരാൾക്കും അറിയുന്നതാ. എല്ലായിടത്തും കടന്നു വരുന്ന ഒരാളാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. അതിനൊരു കാരണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇത്രയധികം റോൾ മോഡലായി പ്രബോധന ഫീൽഡിൽ സഹിക്കാൻ മറ്റൊരാൾ അവതരിപ്പിക്കാനില്ല. മറ്റുള്ളവർക്കൊക്കെ പ്രതികൂലികളിൽ നിന്ന് മാത്രമായിരുന്നു പ്രയാസം നേരിട്ടിരുന്നത്. അനുകൂലികൾ അവരെ നിലത്ത് വെച്ച ഉറുമ്പ് കടിക്കും, തലയിൽ വെച്ച പേൻ കടിക്കും എന്ന നിലക്കാ കൊണ്ടുനടന്നത് മറ്റുള്ള നബിമാരുടെ അനുയായികൾ. പക്ഷെ പ്രതിയോഗികളാണ് വല്ലാതെ വിഷമിപ്പിച്ചത്. മൂസ നബിക്ക് അങ്ങനെയല്ല, ഒപ്പം നിൽക്കണോല് പുറത്തുള്ളവരെക്കാൾ വലിയ ശല്യമായിരുന്നു മൂസ നബിക്ക്. എല്ലാവർക്കും അറിയാം, ഒരു 2-3 കൊല്ലം കിതാബ് ഓതിയ ആളുകൾക്ക്, തഫ്സീർ ഓതിയ ആളുകൾക്കൊക്കെ അറിയാവുന്ന കഥയാണ്. മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ മൂസ നബിയുടെ മൂക്ക് കൊണ്ട് കല്ലെടുപ്പിക്കുകയായിരുന്നു, അല്ലേ? അങ്ങനെയാണ്. നിൽക്കാൻ പറഞ്ഞാൽ കിടക്കും, കിടക്കാൻ പറഞ്ഞാൽ എഴയും. ഇതായിരുന്നു ഈ സമൂഹത്തിന്റെ കഥ, അല്ലേ? അങ്ങനെയായിരുന്നു.
വദ്ഖുലുൽ ബാബ സുജ്ജദ എന്ന് പറഞ്ഞപ്പോൾ അവരെന്താ ചെയ്തത്? എഴഞ്ഞു അല്ലേ? ഉദ്ഖുലുൽ ബാബ സുജ്ജദ എന്ന് പറഞ്ഞപ്പോൾ എഴഞ്ഞു. ഹിത്ത എന്ന് പറയാൻ വേണ്ടി ഇസ്തിഗ്ഫാറിന്റെ പദം സമയമെടുത്ത് പഠിപ്പിച്ച് നേരെയാക്കി എടുത്തു. നാളെ ഞാൻ ചൊല്ലിത്തരുമ്പോൾ ഏറ്റു ചൊല്ലണം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് കാണാതെ പഠിപ്പിച്ച് വട്ടത്തിലിരുത്തി പിറ്റേന്ന് ചൊല്ലിക്കൊടുത്തപ്പോൾ ഹിത്തത്തുൻ എന്ന് ചൊല്ലിക്കൊടുത്തപ്പം അവര് ഹിന്തത്തുൻ എന്നോ ഹബ്ബത്തുൻ എന്നോ ഒക്കെ ആക്കിയിട്ട് മാറ്റി പറഞ്ഞു, ചേഞ്ച് ചെയ്തു. നിഷേധം മാത്രം, നന്ദികേട് മാത്രം ഉള്ളൊരു കൗമായിരുന്നു. അതാരാ? മൂസാ നബിയെ കൊണ്ട് അവിശ്വസിച്ചവരല്ല, വിശ്വസിച്ചവരെന്ന് പറയുന്നവരുടെ കഥയായിരുന്നു അത്. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് നിരന്തരമായ ആരോപണം ഉന്നയിച്ചു വ്യക്തിപരമായിട്ട്. അതൊക്കെ വിശ്വാസികൾ എന്ന് പറയുന്ന സമൂഹമാണ് അത് ചെയ്തത്, ബനു ഇസ്രായേൽ, കിബ്തികളല്ല. അപ്പൊ അതുകൊണ്ട് അനുയായികളും വിരോധികളും ഒരുപോലെ, മുവാഫിഖീങ്ങളും മുഖാലിഫീങ്ങളും ഒരുപോലെ എതിർത്ത ഒരു നബിയാണ് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹി ഇസ്ലാം എന്നതുകൊണ്ട് തിരുനബിക്ക് സഹിക്കാൻ ഏറെ മാതൃകയുള്ള ഹബീബ് റസൂലുള്ളാഹി. അതുകൊണ്ടാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, നബിയെ ലാ തകും ഫീ മിരിയത്തിൻ മിൻ ലിഖാഇ. മൂസ നബിയെ പറ്റി പറഞ്ഞിട്ട് പറഞ്ഞു, മൂസ നബിയെ നിങ്ങൾ കാണേണ്ടി വരുമെന്നതിൽ സംശയിക്കണ്ട എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? വാനലോകത്ത് വെച്ച് മൂസ നബി അലൈഹി ഇസ്ലാമിനെ കാണേണ്ടി വരും എന്ന് പറഞ്ഞ ആ സംഭവമാണോ മിറാജിന്റെ അന്ന്? അതുണ്ട്, ആ അർത്ഥം തെറ്റാവൂല, കാരണം കണ്ടതുകൊണ്ട് അർത്ഥം ശരിയാവും. പക്ഷേ വാനലോകത്ത് വെച്ച് കണ്ട മൂസ നബിനെ മാത്രമല്ലല്ലോ, ഒന്നാനാകാശത്ത് വേറെ ആളെ കണ്ടിട്ടില്ലേ? രണ്ടാനാകാശത്തും മൂന്നാനാകാശത്തും നാലാനാകാശത്തും അഞ്ചാനാകാശത്തും ഏഴാനാകാശത്തും വേറെ വേറെ നബിമാരെ കണ്ടിട്ടില്ലേ? 6 മാത്രമല്ലേ മൂസ നബിയെ കണ്ടത്? എന്തേ മൂസ നബിയെ പറ്റി മാത്രം പറയുന്നത്? ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിലേറെ സൂട്ടായ അതിൻ്റെ അർത്ഥം ഏതാണ്? മഹാനവറുകൾ പറഞ്ഞു, വലാ തകും ഫീ മിരിയത്തിൻ മിൻ ലിഖാഇ എന്ന് പറഞ്ഞാൽ നബിയെ തങ്ങളുടെ ജീവിതത്തിലൂടെ തങ്ങളൊരു മൂസായെ കാണും എന്ന് പറഞ്ഞാൽ കലീമുല്ലാഹി മൂസ നബി അനുഭവിച്ചതൊക്കെ തങ്ങളും അനുഭവിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. മൂസാ നബി അനുഭവിച്ച യാതനകൾ മൊത്തം തങ്ങളും അനുഭവിക്കും. അതുകൊണ്ട് തന്നെയാണ് കഅബാലയത്തിൻ്റെ അടുത്ത് ശത്രുക്കളുടെ അക്രമം സഹിക്കവയ്യാതിരിക്കുമ്പം കൂടെയുള്ളവർ ചോദിച്ചു, നബിയെ, സത്യസന്ധനായ പ്രവാചകൻ, അങ്ങൊന്ന് ദുആ ചെയ്താൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവൂലേ, ഇവരെ അല്ലാഹു നശിപ്പിക്കൂലേ? മുത്തുനബി പറഞ്ഞു, വല്ലാഹി ലഖദ് ഊദിയ അഖീ മൂസ അക്സറ മിൻ ഹാദാ ഫസബർ. എൻ്റെ ഇക്കാക്ക മൂസ നബി അലൈഹിസ്സലാം ഇതിലേറെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ലഖദ് ഊദിയ അഖീ, എൻ്റെ ഇക്കാക്ക മൂസ നബി അലൈഹിസ്സലാം അക്സറ മിൻ ഹാദാ, ഇതിലേറെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഫസബർ, അപ്പൊ ആൺകുട്ടിയെ പോലെ ക്ഷമിക്കുക ചെയ്തത് എൻ്റെ ഇക്കാക്ക, അതുകൊണ്ട് ഞാനും ക്ഷമിക്കാൻ ബാധ്യസ്ഥനാണോ? ഇതിനുള്ള ഒരു പ്രചോദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയത് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് മൂസ നബിയുടെ കഥ പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും ആവശ്യമായ രൂപത്തിൽ, ഈ ഉമ്മത്തിന് ആവശ്യമായ രൂപത്തിൽ കഥകൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. എന്നാലോ തെർത്തീബില്ല. ഇത് പലരും ആക്ഷേപിച്ച ഒരാക്ഷേപവും കൂടെയാണ് കേട്ടോ, ഒന്ന് ഉൾക്കൊള്ളുക. ഇതൊരാരോപണവും കൂടെയാണ് വിശുദ്ധ ഖുർആനിന് നേരെയുള്ള. കഥകളൊക്കെ പരസ്പരം പൊരുത്തപ്പെടാതെ കിടക്കുകയാണ്. അത് ഒരു മൂസാ നബിയുടെ കഥ കുറച്ച് ഈ സൂറത്തിൽ, കുറച്ച് അപ്പുറത്തെ സൂറത്തിൽ, കുറച്ച് അതും കഴിഞ്ഞ് വേറൊരു സൂറത്തിൽ, ഇങ്ങനെ കഷ്ണം വെട്ടി എറിഞ്ഞിരിക്കുകയാണ് കഥകളെ. കഥ പറയുമ്പം അതിൻ്റെ ഭംഗി ഒരു സ്ഥലത്ത് തന്നെ അങ്ങോട്ട് അവതരിപ്പിക്കലല്ലേ, ആദ്യം മുതൽ അവസാനം വരെ അങ്ങ് അവതരിപ്പിക്കലല്ലേ? അതാ ഞാൻ പറഞ്ഞത്, അത് പുസ്തകത്തിൻ്റെ കഥാബുക്കിൻ്റെ സ്വഭാവമാണ്. ഖുർആൻ കഥാബുക്കായി താവാൻ ഉദ്ദേശിച്ചിട്ടില്ല, മറിച്ച് വിശുദ്ധ ഖുർആൻ സാരോപദേശമാണ് ഖുർആൻ ലക്ഷ്യം വെച്ചത്. അപ്പം അതിനുവേണ്ടി അത് ആവശ്യമാകുന്നതിനനുസരിച്ച് അതിൻ്റെ ഇതളുകൾ ഓരോ സ്ഥലത്തും ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഇങ്ങനെ കൊടുത്തു, ചെറിയ കഷ്ണങ്ങൾ ഇങ്ങനെ കൊടുത്തു. സത്യനിഷേധികൾ അന്ന് ചോദിച്ചിരുന്നു, وقال الذين كفروا لولا نزل عليه القرآن جملة واحدة. എന്തുകൊണ്ടാണ് ഖുർആൻ ഒരുമിച്ചാണ്ട് ഇറങ്ങാത്തത്? കഥകൾക്കും ബാധകമാണത്. ഒരുമിച്ച് അതാണ്ട് ഇറങ്ങുകയാണെങ്കിൽ എന്ത് മട്ടമുണ്ട്? കുറച്ചിവിടെ കുറച്ചവിടെ ഇങ്ങനെ ചിന്നിച്ചിതറി കിടക്കുന്നത് എന്താണ്? അള്ളാഹു മറുപടി പറഞ്ഞു, കദാലിക ലിനുസബ്ബിത ബിഹി ഫുആദക. അങ്ങനെ തന്നെയാണ് നബിയെ ചെയ്യേണ്ടത്. അല്പാൽപ്പം, സ്വൽപ്പം കഷ്ണം വെട്ടി ഇങ്ങനെ തരുന്നത് ലിനുസബ്ബിത ബിഹി ഫുആദക. ഒറ്റ തവണ ഒരു വലിയ കഥ അങ്ങ് വായിച്ചാൽ അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിനേക്കാൾ തപിക്കുന്ന മനസ്സിന് വലിയ ഒരു ശാന്തി ലഭിക്കാൻ
ചൂടായി നിൽക്കുന്ന മനസ്സിന് ഒരു ശാന്തി ലഭിക്കാൻ, അങ്ങയുടെ തിരുഹൃദയത്തിന് സമാധാനവും ശാന്തിയും നൽകാൻ, ആ ഹൃദയത്തെ ആടിയുലയാതെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളത് അല്പാൽപ്പം അവതരിപ്പിച്ചത്. കദാലിക ലിനുസബ്ബിത ബിഹി ഫുആദക, കദാലിക ലിനുസബ്ബിത ബിഹി ഫുആദക വറത്തൽനാഹു തർതീല വലാ യഅതൂനക ബിമസലിൻ ഇല്ലാ ജിനാക ബിൽ ഹഖ് വഅഹ്സന തഫ്സീറ. ഏതൊരു പ്രശ്നം അവർ തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുമ്പോഴും അതിന് ഏറ്റവും സൂട്ടബിളായ ന്യായം പറഞ്ഞു കൊടുക്കണം, വിശദീകരണം പറഞ്ഞു കൊടുക്കണം, സത്യസന്ധമായ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കണം. അത് സാധിക്കണമെങ്കിൽ ഓരോ പ്രശ്നങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയിട്ട് അപ്പം ചൂടോടെ അങ്ങനെ തരണം. എന്നാ എല്ലാം കൂടെ കൂട്ടി വെച്ചാലോ കഥ പൂർത്തിയാവും ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നോക്കൂ നിങ്ങൾ, എത്ര നല്ല ശൈലിയാണത്. സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു പറഞ്ഞു, ഇങ്ങനെ അല്പാൽപ്പായിട്ട് അവതരിപ്പിച്ചതിൻ്റെ പിറകിലുള്ള ചരിത്രം. എങ്കിൽ ഈ കഷ്ണം വെട്ടി എറിഞ്ഞ കഥകളുണ്ടല്ലോ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഡിസോർഡറാണ് എന്ന് തോന്നിപ്പോകുന്ന ഈ കഥ ഓർഡറിലല്ല അവതരിപ്പിച്ചത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ആ ചിന്നിച്ചെതറി കിടക്കുന്ന കഥകളെയെല്ലാം ഒരാള് ഒന്ന് എടുത്തിട്ട് ചേർത്ത് വെച്ചാലോ വളരെ കൃത്യവും മനോഹരവുമായ കഥകൾ വിശുദ്ധ ഖുർആനെ പോലെ ലോകത്ത് വേറെ ഒന്നില്ല. ഇപ്പൊ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പേടകം എവിടെയാ തങ്ങിയത്? നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പല് വെള്ളം ഇറങ്ങിയപ്പോൾ ആദ്യമായിട്ട് നങ്കൂരമിട്ടത് എവിടെയാ? ചർച്ച ചെയ്തു, ഒരാൾ അന്വേഷിച്ചു. വേദഗ്രന്ഥങ്ങളിലൂടെ പോയാൽ ബൈബിളിൽ കാണും അറാറത്ത് പർവ്വത നിരകളിൽ നോഹയുടെ പേടകം തങ്ങി. അങ്ങനെയാണുള്ളത്. അറാറത്ത് പർവ്വത നിരകളിൽ അങ്ങനെയാണുള്ളത്. അറാറത്ത് പർവ്വത നിര എന്ന് പറഞ്ഞാൽ ഒരുപാട് കുന്നുകൾ കൂടിയ ആ പർവ്വത നിരയുടെ പേരാണ് അറാറത്ത്. അതേസമയം വിശുദ്ധ ഖുർആന്റെ അവതരണം അങ്ങനെയല്ല. അറാറത്ത് പർവ്വതങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നില്ല. വിശുദ്ധ ഖുർആന്റെ പ്രയോഗം ബൈബിളിന്റെ പ്രയോഗം തമ്മിൽ തെറ്റല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ കൂടുതൽ കൃത്യം ഖുർആനാണെന്ന് പറയാനാ ഞാനിത് പറയുന്നത്. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് എന്ന് പറഞ്ഞതുപോലെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്, കൃത്യമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നത് സൂറത്ത് ഹൂദിന്റെ 44-ാമത്തെ ആയത്തിലുണ്ട്. വഖീല യാ അർദു ബിൽഈ മാഅകി വയാ സമാഉ അഖ്ലിഈ വഗീളൽ മാ വഖുദിയൽ അംർ വസ്തവത് അലൽ ജൂദിയ്യ, വസ്തവത് അലൽ ജൂദിയ്യ. അല്ലാഹു എന്തൊരു സന്ദേശമായിരുന്നോ വെള്ളപ്പൊക്കത്തിലൂടെ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നത്, എന്തൊരു തീരുമാനമായിരുന്നോ അതിൻ്റെ ഫൈനൽ തീരുമാനം കഴിഞ്ഞു. സമയം വൈകുന്ന എഴുതിയിട്ടാണ് ആയത്തിൻ്റെ മൊത്താർത്ഥം വെക്കാത്തത്. ആ സമയമായപ്പോൾ അള്ളാഹു ഭൂമിയോട് പറഞ്ഞു, ഭൂമി, നീ പുറത്തോട്ട് തള്ളിയ നിന്റെ ഭൂഗർഭ ജലം ഫുള്ള് നീ വിഴുങ്ങണം. യാ അർദു ബിൽഈ മാഅകി, നിന്റെ വെള്ളം നീ വിഴുങ്ങണം, താഴോട്ട് വിഴുങ്ങണം, ഭൂമിയിലേക്ക് ആണ്ടുപോകണം വെള്ളം. അപ്പോഴല്ലേ വെള്ളപ്പൊക്കം ഇല്ലാതെ ആവുള്ളൂ. വയാ സമാഉ അഖ്ലിഈ, ആകാശമേ, കുറേ ദിവസമായി മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്റ്റോപ്പ്, നിർത്തട്ടെ, ഇനി നിൽക്കട്ടെ, ഇനി മഴ വേണ്ട. വഗീളൽ മാ, അതോടുകൂടെ വെള്ളം വറ്റി, പ്രളയം അവസാനിച്ചു. വഖുദിയൽ അംർ, വഖുദിയൽ അംർ, കാര്യങ്ങളൊക്കെ തീരുമാനമായി കഴിഞ്ഞു. അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അത് ഫൈനലായി കഴിഞ്ഞു. അതാരാ? നിഷേധികളെ നശിപ്പിക്കുക, മറ്റുള്ളവരെ രക്ഷിക്കുക. ഇനി കപ്പൽ വെള്ളത്തിൽ കൂടെ അങ്ങനെ ഓടിക്കളിക്കണ്ടപ്പോൾ വെള്ളം ഇറങ്ങിത്തുടങ്ങി, ഭൂമിയിൽ നിന്ന് വെള്ളം ഇറങ്ങിത്തുടങ്ങി. ആ സമയത്ത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പല് വസ്തവത് അലൽ ജൂദി, ജൂദി പർവ്വതത്തിന് മുകളിൽ അത് നങ്കൂരമിട്ടു. വിശുദ്ധ ഖുർആൻ ജൂദി പർവ്വതത്തിലാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പൽ തങ്ങിയത്. അപ്പം ഖുർആൻ നോക്കുന്ന ഒരാൾക്ക് കിട്ടുക ജൂദി പർവ്വതത്തിലാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പൽ തങ്ങിയത് എന്നാ. ബൈബിൾ വായിക്കുന്നവനോ അറാറത്ത് പർവ്വത നിരയിലാണ് എന്നാ കിട്ടുക. ഇതിലേതാ ശരി? രണ്ടും ശരിയാണ്. അറാറത്ത് പർവ്വത നിരകളിലെ ഒരു പർവ്വതത്തിന്റെ പേരാണ് ജൂദി. ഒരുപാട് പർവ്വതങ്ങൾക്ക് പറയുന്ന, പർവ്വത നിരകൾക്ക് പറയുന്ന മൊത്തം പേരാണ് അറാറത്ത്. അതിലെ ജൂദി പർവ്വതത്തിലാണ് ഏത് കുന്നിലാ തങ്ങിയത് എന്ന് കൃത്യമായിട്ട് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. അതാ ഞാൻ പറഞ്ഞത്, ഖുർആനോളം വസ്തുനിഷ്ഠമായി ചരിത്രം പറഞ്ഞ വേറെ ഗ്രന്ഥമില്ല. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. വേറെ ഒരു ഗ്രന്ഥം നമുക്ക് അങ്ങനെ കിട്ടുകയില്ല. ഒറ്റ കഥ മാത്രമാണ്,
ഒരൊറ്റ കഥ മാത്രമാണ് ആദ്യം മുതൽ അവസാനം വരെ ഒരു സൂറത്തിൽ അള്ളാഹു സംസാരിച്ചതല്ലേ. അത് നല്ല തെർത്തീബോടെയാണ് അവതരിച്ചത്. അവിടെ തെർത്തീബ് തെറ്റിച്ചിട്ടില്ല. ഒന്ന് നല്ല ഓർഡറിൽ സംസാരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കഥ, സൂറത്ത് യൂസുഫ് നല്ല ഓർഡറാണ്. അത് പലയിടത്തായിട്ട് ഇങ്ങനെ വെട്ടിയെറിഞ്ഞിരിക്കല്ല, അത് നല്ല ഓർഡറിലാണ് സംസാരിച്ചത്. അതുകൊണ്ട് ഒറ്റ കഥയെ അങ്ങനെയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ലക്ഷ്യം ഖുർആന് മറ്റൊന്നായതുകൊണ്ട് അങ്ങനെയാണ് ചെയ്തത്. എന്നാൽ അത് ഓർഡറും കൂടെ ഒത്തു എന്നതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആ കഥയെ പരിചയപ്പെടുത്തുന്നത് അതിമനോഹരമായ കഥ എന്നാണ്. കണ്ടോ, തുടക്കത്തിൽ തന്നെ നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് എന്ന് പറഞ്ഞിട്ടല്ല തുടങ്ങിയത് അല്ലേ. സൂറത്ത് യൂസുഫിന്റെ തുടക്കത്തിൽ തുടങ്ങുന്നത് എങ്ങനെ? നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്. കണ്ടോ, നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, അതിമനോഹരമായ ഒരു കഥയാണ് ഇപ്പൊ നബിയെ തങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. യൂസുഫ് നബിന്റെ കഥ പറയുന്നതിനുണ്ട്. കാരണം അതിൽ തെർത്തീബും കൂടെ ഉണ്ട്. അഹ്സനുൽ ഖസസ് എന്നതിനെ വിളിക്കാൻ ഡസൻ കണക്കിന് കാരണങ്ങൾ പറയുന്നുണ്ട് ഇമാം റാസി. നിങ്ങൾ അവിടെ വായിക്കുക. അഹ്സനുൽ ഖസസ് എന്നാണ് സൂറത്ത് യൂസുഫിനെ കുറിച്ച് അള്ളാഹു വിളിച്ചത്. ആ അഹ്സനുൽ ഖസസ് എന്ന പേര് വരാൻ കുറേ കാരണങ്ങൾ റാസി ഇമാം പറയുന്നുണ്ട്, വേറെ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. റാസി ഇമാം അവിടെ പ്രത്യേകിച്ച് പറയുന്നത് ഒന്ന് നോക്കുക. കുറിച്ച് വെച്ചാൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ അന്വേഷണത്തിൽ നോക്കാവുന്നതേ ഉള്ളൂ. ഗുണപാഠങ്ങളില്ലാത്ത കേവല കഥകൾ, ഗുണപാഠങ്ങളില്ലാത്ത നോവലുകൾ, അതുപോലെ തന്നെ ശ്ലീലമല്ലാത്ത അശ്ലീല പാട്ടുകൾ, അശ്ലീല സാഹിത്യങ്ങൾ, ഇതിനെയൊക്കെ വിശുദ്ധ ഖുർആൻ നിരുത്സാഹപ്പെടുത്തുക ചെയ്തത്. അപ്പോൾ ഖുർആന്റെ ചരിത്രങ്ങളുടെ സ്വഭാവമാണ് ഗുണപാഠമുള്ള കഥയെ പറയുള്ളൂ. വെറുതെ ഇങ്ങനെ ത്രസിപ്പിക്കാൻ വേണ്ടി കഥ പറയൂല, ത്രസിപ്പിക്കാൻ വേണ്ടി പാട്ട് പാടുക, ഇങ്ങനെയുള്ള ശൈലിയല്ല ഖുർആന്റെ ശൈലി. നോവലിസ്റ്റുകളെയൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ നോവലിസ്റ്റുകളെയും ഞാൻ വിമർശിക്കുകയാണെന്നതുകൊണ്ട് ഒരിക്കലും മനസ്സിലാക്കരുത്. നല്ല ഇരുതല മൂർച്ചയുള്ള വരികൾ കൊണ്ട് നോവൽ എഴുതുന്നവരുണ്ട്. ഞാൻ അവർക്ക് എല്ലാ മാർക്കും ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ പറയുന്നത്. എന്നാലോ വെറുതെ സമയം കൊല്ലുന്ന നോവലിസ്റ്റുകളും ഉണ്ട്, ഭ്രാന്ത് പിടിപ്പിക്കുന്ന നോവലിസ്റ്റുകൾ. തുടരും എന്നിട്ട് ഇങ്ങനെ കാത്തുക്കല, പിന്നെ അടുത്തിലൊക്കെ ഇറങ്ങാൻ അല്ലേ, അവരുടെ കഴിവാണ്. കാര്യമായിട്ട് ഫായിദൊന്നും അതിലുണ്ടാവില്ല. വെറും ഒരു ഗുണപാഠവും ഇല്ലാത്ത കേവല നോവലുകൾ അത് വായിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തിയല്ലേ ഖുർആൻ ചെയ്യുന്നത്. സൂറത്തു ശുഅറാ എന്നൊരധ്യായം തന്നെ വിശുദ്ധ ഖുർആനിലുണ്ട്. വശുഅറാഉ യത്തബിഉഹുമുൽ ഗാബൂൻ അലം തറ അന്നഹും ഫീ കുല്ലി വാദിൻ യഹീമൂൻ. ഞാൻ കുട്ടികളോട് സൂറത്തു ശുഅറായിലെ ഈ ആയത്ത് ഓതുമ്പോൾ ഞാൻ പലപ്പോഴും തഫ്സീർ ഓതിക്കൊടുക്കുന്ന സമയത്ത് കുട്ടികളോട് പറയാറുണ്ട്, മക്കളെ, അർത്ഥമില്ലാത്ത ഈ നോവലിസ്റ്റുകളുടെ പിന്നാലെ സമയം കൊല്ലുന്നവരെ കുറിച്ചാണ് ഖുർആൻ ഈ പറഞ്ഞത്. വശുഅറാഉ യത്തബിഉഹുമുൽ ഗാബൂൻ, നോവലിസ്റ്റുകളെ പിന്നാലെ പോകുക അന്തംഗമികളാണ്. വശുഅറാഉ യത്തബിഉഹുമുൽ ഗാബൂൻ, നോവലിസ്റ്റുകളുടെ പിന്നാലെ പോവുക, യത്തബിഉഹും, അവരെ അനുധാവനം ചെയ്യാൽ, ഗാവൂൻ, അന്തല്ലാത്തൊരു ടീമാണ്. വഴിപിഴച്ചവർ, തമ്മാടിക്കൂട്ടങ്ങൾ മാത്രമേ നോവലിസ്റ്റുകളെ പിന്തുടരുകയുള്ളൂ. നോവലിസ്റ്റുകൾ എന്നല്ലോ അതിൻ്റെ അർത്ഥം, അതതിലൊരു ഫർദാണ് അതിൻ്റെ അർത്ഥത്തിൻ്റെ. അശ്ലീല സാഹിത്യക്കാർ എന്നാണ് വശുഅറാ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. വശുഅറാ, അശ്ലീല സാഹിത്യക്കാർ, യത്തബിഉഹും, അവരുടെ പിന്നാലെ പോകുക. ആരാണ് സത്യത്തിൽ അർത്ഥമില്ലാത്ത നിരർത്ഥകമായ സാഹിത്യങ്ങളുടെ പിന്നാലെ പോകുക? അത് ഗദ്യാവട്ടെ പദ്യാവട്ടെ രണ്ടും പെടും. സത്യത്തിൽ ഇതിനൊക്കെ കവികളുടെ പിന്നാലെ പോകുക തമ്മാടിക്കൂട്ടങ്ങൾ മാത്രമാണ് എന്ന് പലപ്പോഴും അർത്ഥം പറയുമ്പം പിന്നെ അവിടെ ചീത്ത കവികൾ എന്നൊക്കെ പറയേണ്ടി വരും. ഇങ്ങോട്ട് പിന്നെ നമ്മളെ മൗലിദും അതുപോലെ തന്നെ മദ്ഹുകളും ഒക്കെ അതിൽ നിന്ന് നമ്മൾ മോചിപ്പിച്ചെടുക്കേണ്ടി വരും. പക്ഷെ എനിക്ക് തോന്നുന്നത് അതിലേറെ നന്നാവുക ഈ വിഷയത്തിൽ. എന്നിട്ട് പിന്നെ നമുക്ക് വല്ലാത്ത പ്രതിസന്ധിയാണ്. വമാ അല്ലംനാഹു ശിഅറ വമാ യംബഗീ ലഹു എന്നൊക്കെ പറയുമ്പം അതിനും കവിത എന്നർത്ഥം വെച്ചാൽ പിന്നെ മുത്തുനബി ചൊല്ലിയ കവിതയൊക്കെ കാണും ചെയ്യും. അപ്പോൾ നമ്മൾ പറയും അത് പാട്ടല്ല, പാട്ടിൻ്റെ കോലത്തിൽ ഇങ്ങനെ വന്നതാന്നൊക്കെ പറയും അല്ലേ. അങ്ങനെ ഒപ്പിക്കലല്ലേ. നിബിധങ്ങൾ പാട്ട് പാടിയതല്ല, നാവിലൂടെ അങ്ങനെ വന്നതാണ്. എന്താ ഇപ്പം നിബിധങ്ങളൊരു പാട്ട് പാടിയാൽ സംഭവിക്കാൻ പോണത്? നല്ല പാട്ടാണെങ്കിൽ അശ്ലീല പാട്ടല്ലേ പാടിക്കൂടാത്തുള്ളൂ. നല്ലൊരു പാട്ട് പാടുന്നതിന് എന്ത് കുഴപ്പമുള്ളത്? ഞാനും ഈ വിഷയത്തിൽ വല്ലാത്ത കൺഫ്യൂഷനിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട
ഇസ്മായിലുൽ ഹഖി റളിയല്ലാഹു തഫ്സീർ റൂഹുൽ ബയാനിൽ ഒരു സ്ഥലത്ത് ഈ ഷിഅറിനെ പറ്റി പറഞ്ഞപ്പോൾ കവിത എന്നല്ല മഹാനവറുകൾ അർത്ഥം കൊടുത്തത്. മഹാനവറുകൾ പറഞ്ഞു, അൽ മുറാദു ബി കുല്ലി മാ വഖഅ ഫിൽ ഖുർആനി മിനശ് ശിഅരി അശ്ശിഉറുൽ മന്തിഖിയു. ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹഖി റളിയല്ലാഹു അൻഹു തഫ്സീർ റൂഹുൽ ബയാനിൽ പറഞ്ഞതാ, ഖുർആനിൽ വന്നിട്ടുള്ള മുഴുവൻ ഷിഅറിന്റെയും ഉദ്ദേശം, എവിടെയൊക്കെ ഷിഅർ എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ടോ, വമാ അല്ലംനാഹു ശിഅറ വമാ യംബഗി ലഹു, അവിടെ അങ്ങനെ തന്നെ, വശുഅറാഉ യത്തബിഉഹുൽ ഗാബൂൻ, അവിടെ അങ്ങനെ തന്നെ. എവിടെയൊക്കെ ഖുർആനിൽ ഷിഅർ എന്ന് വന്നിട്ടുണ്ടോ അവിടെയൊക്കെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കവിത എന്നല്ല, മറിച്ച് ആ ഷിഅർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അശ്ശിഉറുൽ മന്തിഖിയു, മന്തിഖിയായ ഷിഅറാണ്. മന്തിക്കിന്റെ ഭാഷയിലെ ഷിഅർ കവിതയല്ലല്ലോ. ശറദ്ദീപ് പഠിച്ചിട്ടില്ലേ? ശറദ്ദീപിന്റെ അവസാന ഭാഗം ചില ദർസിലൊന്നും ഓതിയാ അങ്ങോട്ട് എത്തില്ല, അതിനും നിർത്തല. അവസാന ഭാഗത്തുണ്ട് ഷിഅറിന്റെ അർത്ഥം എന്താണ്, അത് ഗദ്യം പദ്യം എന്നുള്ള കണക്കല്ല. പിന്നെ ശ്ലീലാണോ അശ്ലീലാണോ, അശ്ലീലാണെങ്കിൽ ഗദ്യാണെങ്കിലും പദ്യാണെങ്കിലും ഷിഅറാണ്. മന്തിക്കിന്റെ ഭാഷയിൽ പദ്യാവണം എന്നില്ല. അപ്പൊ അശ്ലീല സാഹിത്യങ്ങളെയാണ് വിശുദ്ധ ഖുർആൻ വിമർശിച്ചത്. അപ്പൊ റെഡിയാണ്. അശ്ലീല സാഹിത്യം മുത്തുനബിക്ക് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. വമാ യംബഗി ലഹു, അത് നബി തങ്ങൾക്ക് ചേർന്ന പണിയുമല്ല. ഇത്ര ഭംഗിയുണ്ട്. എന്നാ പിന്നെ അങ്ങനെ മലക്കം അറിയണ്ട. അനാ നബിയ്യു ലാ കദിബു ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറേ സംഭവങ്ങളില്ലേ മുത്തുനബി പാടി. അപ്പം പിന്നെ നമ്മൾ പറയല പാട്ടിൻ്റെ ട്യൂണിലല്ല നബി വായിച്ചതാ, പിന്നെ നമ്മൾ വായിച്ചപ്പോൾ ഇങ്ങനെ പാട്ടായതാണെന്നൊക്കെ പറയണം. എന്തിനാ ഇടങ്ങേറാണ്? നബി തങ്ങൾ ഷായിരിങ്ങൾക്ക് മിമ്പർ ഒരുക്കി കൊടുത്ത ആളല്ലേ. ഷീർ ഒരു മോശപ്പെട്ട സംഗതിയൊന്നുമല്ല. നല്ല ഷീറാണെങ്കിൽ ഷീറാണോ നെസറാണോ എന്നുള്ളിടത്തല്ല വിഷയം, ഷ്ലീലാണോ അശ്ലീലാണോ എന്നുള്ളിടത്ത വിഷയം. അപ്പം മന്തിക്കിൻ്റെ ഭാഷയിലുള്ള ഷീറാണ് വിശുദ്ധ ഖുർആനിലെ ഷീർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നോവലിസ്റ്റുകൾ ഇതിൽ പെടും. ഏത് നോവലിസ്റ്റുകൾ? അന്തല്ലാത്ത നോവലിസ്റ്റുകൾ, വെറുതെ മത്തുപിടിപ്പിക്കുന്ന നോവലിസ്റ്റുകൾ, ലഹരി കയറ്റുന്ന നോവലിസ്റ്റുകൾ, അവരെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഒരർത്ഥമില്ലാതെ എന്തെങ്കിലുമൊക്കെ മനുഷ്യൻ്റെ സമയം കൊല്ലാൻ വേണ്ടി എഴുതി പിടിപ്പിക്കുന്നവർ, അവരെക്കുറിച്ചാണ് പറഞ്ഞു. വസ്തബിഉ വശുഅറാഉ യത്തബിഉഹുൽ ഗാബൂൻ. ഞാൻ അതിന് പറഞ്ഞ ന്യായവും നോക്കൂ. വശുഅറാഉ യത്തബിഉഹുൽ ഗാബൂൻ, എന്തുകൊണ്ടാണ് അവരെ പിന്തുടരുന്നവർ വഴി പിഴച്ചവരാണ്, തെമ്മാടികളാണ് എന്ന് പറയാൻ കാരണം എന്താണ്? ഖുർആൻ പറഞ്ഞു, അലം തറ അന്നഹും ഫീ കുല്ലി വാദിൻ യഹീമൂൻ. നോവലിസ്റ്റുകൾ അതിൻ്റെ ഒരു ഹാസായ മായനയാണ്. അഹമായ മായന അശ്ലീല സാഹിത്യക്കാർ. അശ്ലീല സാഹിത്യക്കാർ നബിയെ തങ്ങൾ അവരെ കാണുന്നില്ലേ? അന്നഹും ഫീ കുല്ലി വാദിൻ യഹീമൂൻ, അവർ നിരങ്ങാത്ത വല്ല മേഖലയുണ്ടോ? അവർക്ക് എന്താ പാടിക്കൂടാത്തത്, എന്താ എഴുതിക്കൂടാത്തത്? ഫീ കുല്ലി വാദിൻ യഹീമൂൻ, അതാണ് കാരണം. ഫീ കുല്ലി വാദിൻ യഹീമൂൻ, എല്ലാ മേഖലയിലും അവർ നിരങ്ങും. അവർക്ക് ശ്ലീലം അശ്ലീലം എന്നുള്ള കണക്കില്ല. അവർക്ക് പറഞ്ഞാൽ മതി, പാടിയാ മതി, അത്രയേ ഉള്ളൂ. എഴുതിയാ മതി, പാടിയാ മതി, ഇതാണ് അവരുടെ ലെവല്. അപ്പം അതുകൊണ്ട് ശ്ലീലമായത് മാത്രമേ എഴുതാവൂ, പാടാവൂ, വായിക്കാവൂ എന്ന് കൃത്യമായി പരിചയപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഒരു 10-25 കൊല്ലായി ഈ വഴിയിൽ സേവനം ചെയ്യുന്നു. അതുകൊണ്ട് ഓർമ്മ വരുന്ന ഒരുപാട് ആയത്തുകൾ. ഇനി ഇതിൽ തന്നെ ഇനി ഖുർആന്റെ ഈ അവതരണങ്ങളൊക്കെ ഓരോ കഥകളും പറഞ്ഞതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ അത് ചർച്ച ചെയ്യേണ്ടതാണ്. ലൂത്ത് നബിയുടെ സമുദായത്തിൻ്റെ കഥ പറഞ്ഞപ്പോൾ പല നിലക്കും പറഞ്ഞിട്ടുണ്ട്. ആ കഥകൾക്കിടയിൽ തിരുകിക്കയറ്റിയ ചില വചനങ്ങളുണ്ട്. ഇപ്പോൾ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതയുടെ കഥയുടെ തുടക്കവും ഒടുക്കവും വരുന്നതിന് മുമ്പ് ഇടയിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കയറ്റിയിട്ടുണ്ടാകില്ല. നബി തങ്ങളെ എന്തിനാണത് കയറ്റിയത്? അതൊക്കെ ഇരുതല മൂർച്ചയുള്ള ഇടപെടലുകളാണ്. അതിനൊന്നും വിശദീകരിച്ച പറഞ്ഞു തീർക്കാൻ കഴിയില്ല. മുത്തുനബിൻ്റെ ജീവിതം മുഴുവനും പറയണം, അപ്പോഴേ അതുമായിട്ട് അതിനെ ബന്ധിപ്പിക്കാൻ പറ്റുള്ളൂ. ലഅംറുകൈന്നഹും ലഫീ സക്രതിഹിം യഅ്മഹൂൻ. കറ പുരളാത്ത ലോകത്തുള്ള ജീവിത വെപ്രാളങ്ങളിൽ അലയുന്ന സകലമാന മനുഷ്യർക്കും റോൾ മോഡലാണ് നബിയെ അങ്ങയുടെ ജീവിതം. ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅ്മഹൂൻ. എന്തുമാത്രം ഭംഗിയുള്ള ഒരു പ്രഖ്യാപനമാണ്. അതിൻ്റെ തുടക്കം ലൂത്ത് നബിൻ്റെ സമുദായത്തിൻ്റെ കഥയാണ് പറയുന്നത്. ഞാൻ ആയത്ത് കഴിഞ്ഞാലും പറയുന്നത് അത് തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയാണ് കയറിയത് റസൂലുള്ളാഹിൻ്റെ പരിശുദ്ധമായ ജീവിതം എടുത്തു വെച്ചതാണ്. ഞാനതൊക്കെ പറയണമെന്ന് കരുതിയിരുന്നു, സമയമല്ല, ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കാലാതീതനായവൻ്റെ വാക്കാണ് വിശുദ്ധ ഖുർആൻ, വചനമാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഭൂതത്തിനോ വർത്തമാനത്തിനോ ഭാവിക്കോ ഒതുങ്ങുന്നവനല്ല ഈ കാലങ്ങളുടെ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ. അതുകൊണ്ട് പടച്ച റബ്ബിൻ്റെ വചനം അതിൽ ഭൂതമുണ്ടാകും, വർത്തമാനമുണ്ടാകും,
ഭാവിയുണ്ടാകും. എല്ലാം ഒരുപോലെ സമ്മേളിക്കും. അതേതെങ്കിലും ഒരു കാലത്തിൻ്റെ എട്ടാവട്ടത്തിൽ ഒതുങ്ങില്ല. ഒരു കാലത്തിൻ്റെ എട്ടാവട്ടത്തിലുള്ളവനല്ല അത് പറഞ്ഞത്. അതുകൊണ്ട് 3 കാലങ്ങളെയും അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാകും. അതാണ് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, കിതാബുല്ലാഹ്, അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ, ഫീഹി ഖബറു മാ ഖബലക്കും, അതിൽ ഖബറു മാ ഖബലക്കും, ഭൂത വിവരങ്ങൾ അതിലുണ്ട്. ഖബറു മാ ഖബലക്കും, നിങ്ങളുടെ മുമ്പുള്ള വർത്താനം അതിലുണ്ട്, ഭൂതകാല വർത്തമാനങ്ങള് അതിലുണ്ട്. വഖബറു മാ ബഅദക്കും, ഭാവി വർത്തമാനങ്ങളും അതിലുണ്ട്. വഹുക്കുമു മാ ബൈനക്കും, നിങ്ങളുടെ ഇടയിൽ ഇന്ന് ലൈവായി നിലകൊള്ളുന്ന വർത്തമാനകാല പ്രശ്നങ്ങളുടെ പരിഹാരവും ആ ഖുർആനില് ഉണ്ട്. വഹുക്കുമു മാ ബൈനക്കും, ഭൂതവുമുണ്ട്, ഭാവിയുമുണ്ട്, വർത്തമാനവുമുണ്ട്. ഞാൻ അതിന് കുറച്ച് ഉദാഹരണങ്ങളാ പറയണമെന്ന് കരുതിയിരുന്നത്. ഭൂതം, ഭാവി, വർത്തമാനം അതൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഭാവി പറഞ്ഞത് പ്രവചിച്ചത്, അതായത് ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് ഭാവിയായിരുന്നു. ഇപ്പം അത് പാസ്റ്റും വർത്തമാനവും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്, പ്രസൻറ്റും ഒക്കെ ആയി മാറിയിട്ടുണ്ട്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞാൽ ഒന്നും കൂടെ ബോധ്യപ്പെടും. ഇനിയും ഒരുപാട് ഭാവികളുണ്ട്, പരലോകമായിട്ടും ഖിയാമത്ത് നാളിൻ്റെ അന്നുണ്ടാകുന്ന അടയാളങ്ങളായിട്ടും. അതൊക്കെ ഇനി ഭാവി പ്രവചനങ്ങളാണ്. അതൊക്കെ പുലരും. ഇത് പുലർന്നെങ്കിൽ അതൊക്കെ പുലരണം. നേരത്തെ നമ്മൾ പറഞ്ഞ ഉദാഹരണങ്ങൾ തന്നെ അതിന് എമ്പാടുമാണ് താനും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഖുർആൻ ഈ ഒരു ഹദീസ് മനോഹരാണ്. അതിൻ്റെ തഫ്സീറോട് കൂടി, ആ ഹദീസിൻ്റെ വ്യാഖ്യാനത്തോടു കൂടി നിങ്ങളൊന്ന് വായിക്കുക. മുസന്നഫ് ഇബ്നു അബീ ശൈബ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. കിതാബുല്ലാഹി ഫീഹി ഖബറു മാ ഖബലക്കും വനബഉ മാ ബഅദക്കും വഹുക്കുമു മാ ബൈനക്കും ഹുവൽ ഫസ്ൽ ലൈസ ബിൽ ഹസ്ൽ. ഹുവൽ ഫസ്ൽ ലൈസ ബിൽ ഹസ്ൽ. ഖുർആൻ കാര്യത്തിൻ്റെ കാര്യമാണ്. ഖുർആൻ അത് കാര്യമാണ്. ലൈസ ബിൽ ഹസ്ൽ, അത് തമാശയല്ല. ഖുർആൻ കളിയല്ല, ഖുർആൻ കാര്യമാണ്. കാര്യമല്ലാത്ത ഒന്നും ഖുർആനിലില്ല. ഒരു തമാശ പോലും, ഒരു പൊഴിവാക്ക് പോലും ഖുർആനിലില്ല. ഹുവല്ലദീ ലാ തസീഖു ബിഹിൽ അഹ്വാ. ഒരാളുടെയും ഇച്ഛകൾക്ക് ഖുർആൻ കൊണ്ട് പിഴച്ചു പോകാൻ കഴിയില്ല. വലാ യഷ്ബഉ മിൻഹുൽ ഉലമാ. ആ ഖുർആൻ പഠിച്ചിട്ട് പണ്ഡിതന്മാർക്ക് വയറ് നിറയൂല, പിന്നെയും വിശന്നുകൊണ്ടിരിക്കും. പഠിക്കും തോറും ആവേശമാണ്, പഠിക്കും തോറും ആവേശമാണ്. ഞാൻ കുട്ടികളോട് പലപ്പോഴും പറയാറുണ്ട്, തഫ്സീർ ഓതി കൊടുക്കുന്ന സമയത്ത് പറയാറുണ്ട്, എത്ര കൊല്ലം നമ്മൾ പഠിക്കുന്നു അത്രയും. ഇപ്പോൾ സൂറത്തുൽ ബഖറ ഇന്നലെ വരെ ഓതിയ ആശയമല്ല നാളെ ഓതുമ്പോൾ നമുക്ക് കിട്ടും. പുതിയൊരാശയം എന്തെങ്കിലും ഒന്ന് കിട്ടും. വെറുതെ ഓതിയാൽ മതി, എന്നാൽ തന്നെ കിട്ടും. അതുമായിട്ട് നമുക്ക് കൂടുതൽ മലക്ക വരുമ്പോൾ നമുക്കത് കിട്ടും. മറ്റു ഫന്നുകളൊക്കെ ദർസ് പഠിക്കുകയും ദർസ് നടത്തുകയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കൊന്നും കൂടെ കിട്ടും. ജമ്മുൽ ജവാമിയൊക്കെ സ്ഥിരമായിട്ട് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്കൊന്നും കൂടെ കിട്ടും. ഞാൻ ഇന്നും ജമ്മുൽ ജവാമി ദർസ് നടത്തുമ്പോൾ കുട്ടികളോട് ഇതുപോലുള്ള സന്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ട്. കിട്ടും, എന്തെങ്കിലും ഒന്ന് കിട്ടാതിരിക്കില്ല. നമ്മൾ ഫന്നുകളൊക്കെ നന്നായി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് ബലാഗ, ഇൽമുൽ ബലാഗ നന്നായി പഠിക്കുക, മന്തിക്ക് പഠിക്കുക, ബലാഗ പഠിക്കുക, ഉസൂല് പഠിക്കുക, ഫിഖ്ഹ് പഠിക്കുക. ഒക്കെ പഠിച്ചിട്ട് നമ്മൾ വിശുദ്ധ ഖുർആൻ്റെ ആഴങ്ങളിലേക്കൊന്നിറങ്ങിയാൽ നമ്മളായിട്ടൊന്നും ഉണ്ടാക്കേണ്ടതില്ല. എല്ലാം ഇവിടെ റെഡിയാണ്, എല്ലാം റെഡിയാണ്. നമ്മളത് നോക്കിയെടുത്താൽ മതി. വലാ യഷ്ബഉ മിൻഹുൽ ഉലമാ. ഈ ഖുർആൻ ഓതി കേട്ടാൽ പണ്ഡിതന്മാർക്ക് വയറ് നിറയൂല, ഇത് പഠിച്ചിട്ട് വയറ് നിറയൂല. വലാ യഖ്ലഖു അൻ കസ്റത്തി റദ്. ആവർത്തനാധിക്യം കൊണ്ട് വിരസത അനുഭവപ്പെടില്ല. വലാ യഖ്ലഖു അൻ കസ്റത്തി റദ്. നമുക്കിപ്പോൾ നല്ല രസമുള്ള ഒരു നോവൽ 2 വട്ടം വായിച്ചേക്കാം, അതിമനോഹരാണെങ്കിൽ 3 വട്ടം വായിച്ചേക്കാം, 4ാമത്തെ വട്ടം എത്ര രസമുണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ ആ നോവൽ വായിക്കുക. പക്ഷേ ഖുർആൻ എത്ര കാലമായി നിങ്ങൾ യാസീൻ സൂറ ഓതാൻ തുടങ്ങിയിട്ട്? അത് നിങ്ങൾ ഓതുകയാണെങ്കിലും അതിൻ്റെ തഫ്സീർ ഓതുകയാണെങ്കിലും തഫ്സീർ പഠിപ്പിക്കുകയാണെങ്കിലും ഒക്കെ എത്ര പറഞ്ഞാലും അതിന് പുതുമയാണ്. സൂറത്തുൽ ഫാത്തിഹ ഓതാൻ തുടങ്ങിയിട്ട് കാലത്രയായി, ഇപ്പോഴും പുതുമയോടെ ഓതാൻ കഴിയും അല്ലേ? ആസ്വദിച്ച് ഓതാൻ പറ്റും. അങ്ങനെ മറ്റൊരു പുസ്തകം വായിക്കാൻ പറ്റില്ല. വലാ യഖ്ലഖു, അതിന് കാലപ്പഴക്കം വരൂല, വിരസത അനുഭവപ്പെടൂല. അൻ കസ്റത്തി റദ്ദ്. അപ്പം ആവർത്തന വിരസത എന്ന് പറഞ്ഞ സാധനം ഇതിലില്ല എന്നർത്ഥം. പിന്നെ പറഞ്ഞു വലാ തൻഖളി അജായിബുഹു. ആ ലോകമാണ് കേട്ടോ വലിയ ലോകം. ഖുർആൻ്റെ വിസ്മയങ്ങൾ അവസാനിക്കുന്നില്ല. അത് നമ്മളും കൂടെ അംഗീകരിക്കണം. ഇന്ന് ലോകത്ത് വരുന്ന അത്ഭുതങ്ങളൊക്കെ ഖുർആനിലുണ്ട്. അത് കണ്ടെത്താനുള്ള ഒരു ചെറിയ അന്വേഷണം, തൃഷ്ണ നമുക്ക് വേണം. അന്വേഷണ ത്വരയുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്കത് കണ്ടെത്താനാവും. വലാ തൻഖളി അജായിബുഹു. അത് കഴിഞ്ഞിട്ട് ഹുവല്ലദീ മൻ തറകഹു മിൻ ജബ്ബാരിൻ ഖസമഹുല്ലാഹ് വമൻ ഇബ്തഗൽ ഹുദാ ഫീ ഗൈരിഹി അളല്ലഹുല്ലാഹ്
ഹുവ ഹബ്ലുല്ലാഹിൽ മതീൻ വഹുവ ദിക്റുൽ ഹകീം വഹുവ സിറാത്തുൽ മുസ്തഖീം വഹുവല്ലദീ മൻ അമില ബിഹി ഉജ്ർ വമൻ ഹകമ ബിഹി അദൽ വമൻ ദആ ഇലൈഹി ദആ ഇലാ സിറാത്തിൻ മുസ്തഖീം. അവസാനിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ 9:15 ഇനി അവസാനിപ്പിക്കാൻ വിഷമാണ്. അതുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്ന വസിയ്യത്തോടുകൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ വിശുദ്ധ ഖുർആൻ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നാളെ നമുക്ക് ഉപകാരപ്പെടണമെന്ന് കരുതിയാണ്. അള്ളാഹുവേ, നിൻ്റെ നൂറാകുന്ന വിശുദ്ധ ഖുർആൻ നൂറാകുന്ന മുത്തുനബിയുടെ ഹൃദയത്തിൽ ഇറക്കി നീ അതേക്കുറിച്ച് നൂറുന്നലാ നൂർ എന്ന് സർട്ടിഫൈ ചെയ്തവനാണ്. അള്ളാഹുവേ, ആ വിശുദ്ധ ഖുർആൻ്റെ ബറക്കത്തുമുണ്ട്. റഹ്മാനായ റബ്ബേ, ആ വിശുദ്ധ ഖുർആൻ ഇറക്കാൻ വേണ്ടി നീ തെരഞ്ഞെടുത്ത തിരുഹൃദയത്തിൻ്റെ ഉടമ മുഹമ്മദുർ റസൂലുള്ളാഹി മുത്തുനബിയുടെ ബറക്കത്തുമുണ്ട്. ഈ പണ്ഡിത സുഹൃത്തുക്കളെ നീ ഉന്നതമായ ദറജയിലെത്തിക്കണേ അല്ലാഹ്. പഠിക്കാനുള്ള ശേഷി നൽകണേ അല്ലാഹ്. ഓർമ്മ ശക്തി നൽകണേ അല്ലാഹ്. അവരെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ, അവരുടെ പഠനാവശ്യങ്ങൾക്ക് അവരെ സഹായിക്കുന്നവർ, അള്ളാഹുവേ, ഞങ്ങളുടെയൊക്കെ മക്കൾ, ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശിഷ്യന്മാർ, അവർക്കൊക്കെ നീ നാഫിയായ ഇൽമ് നൽകണേ അല്ലാഹ്. ആരൊക്കെ ഈ സ്ഥാപനത്തെ, ഇവിടെ വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളെ സഹായിക്കുന്നുണ്ടോ അവർക്കൊക്കെ റബ്ബേ നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم نبّر قلوبنا بنور القرآن وزين قلوبنا بزينة القرآن. اللهم اجعل القرآن ربيع قلوبنا واجعل القرآن دليلا لنا عند عقبات الآخرة كلها فإنها أدهى وأمر وأشد وآلم وأقوم وأدوم. يا كريم يا رحيم يا عفو يا الله فاعف عنا يا غفار وارحمنا برحمتك يا أرحم الراحمين.